ബാബാ സാഹിബും എക്കണോമിക്സും. ബാബാ സാഹിബ് ഓൺ എക്കണോമിക്സ്, അതാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം. യുക്തിവാദി സംഘം പാലക്കാട് എനിക്ക് തന്നിരിക്കുന്ന മാൻഡേറ്റ് അതാണ്. ബാബ സാഹിബിനെ കുറിച്ച് ഞാൻ 2 പ്രസന്റേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഇന്ന് നടത്തുന്ന ബാബാ സാഹിബ് ഓൺ എക്കണോമിക്സ്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ബാബാ സാഹിബ് ദ മാൻ. ഇങ്ങനെ 2 വിഷയങ്ങൾ പ്രസന്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബാബാ സാഹിബ് ഒരു മഹാസാഗരമാണ്. മനസ്സന്താളിപ്പിക്കുന്ന വിഷയങ്ങളും വിഷയവൈവിധ്യങ്ങളും ഭീഷണയോടെ അദ്ദേഹം കൈകാര്യം ചെയ്തിരിക്കുന്നു. ഡോക്ടർ BR അംബേദ്കർ കളക്റ്റീവ് വർക്ക്സ് 23 വോള്യങ്ങളിലായി ഇംഗ്ലീഷിൽ പരന്നു കിടക്കുന്നു. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അതിനെ 40 വോള്യങ്ങളിലായിട്ടാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇതിനകത്തുനിന്ന് ഒരു വിഷയം തിരഞ്ഞെടുത്ത് എക്കണോമിക്സ് മാത്രം സംസാരിക്കുക എന്ന് വെച്ചാൽ ഒരാളുടെ ആത്മവിശ്വാസം ചോർത്തിക്കളയുന്ന അവസ്ഥയാണ്. എങ്കിലും ഈ വിഷയം ബാബാ സാഹിബുമായി ബന്ധപ്പെട്ട ഈ ഒരു വിഷയം സംസാരിക്കാൻ എനിക്ക് അവസരം തന്ന പാലക്കാട് യുക്തിവാദ സംഘത്തിന് ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ബാബാ സാഹിബും എക്കണോമിക്സും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാബാ സാഹിബ് ഒരു മഹാസാഗരമാണ്. അദ്ദേഹത്തിൻ്റെ ഭീഷണ പല മണ്ഡലങ്ങളിലും പരന്ന് കിടക്കുന്നു. He was a teacher, he was a successful lawyer, a great scholar, great administrator, a journalist, a publicist. He dealt with cultural affairs. He is a good negotiator. He is a agitationist, a powerful leader, a powerful parliamentarian. എല്ലാത്തിനുമുപരി നമ്മുടെ ഭരണഘടനാ ശില്പി. അദ്ദേഹത്തിൻ്റെ ഭീഷണ പരന്നു കിടക്കുന്ന വിഷയങ്ങൾ പരിശോധിച്ചാൽ ഹിസ്റ്ററി, എക്കണോമിക്സ്, സോഷ്യോളജി, റിലീജിയൻ, ആന്ത്രോപോളജി, പൊളിറ്റിക്സ്, ലോ, ഈ വിഷയങ്ങളിലെല്ലാം അദ്ദേഹം എഴുതിയിരിക്കുന്നു, ഇടപെട്ടിരിക്കുന്നു. അതിൽ നിന്ന് എക്കണോമിക്സിനെ കുറിച്ച് സംസാരിക്കാനാണ് ഇന്ന് ഞാൻ മുതിരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ആത്മവിശ്വാസം ചോർത്തിക്കളയുന്ന അത്രയും വിപുലവും വിശാലവുമാണ് ഈ ഫീൽഡ്. ആ ഫീൽഡിൽ നിന്നാണ് എനിക്ക് ഈ പ്രസന്റേഷൻ ചെയ്യാനുള്ളത്. ബാബാ സാഹിബ് പലർക്കും പലതാണ്. ചിലർക്ക് അദ്ദേഹം ഭരണഘടനാ ശില്പിയാണ്. വേറെ അധകൃതനും ദളിതനും അവർക്ക് ആത്മാഭിമാനം ഉണ്ടാക്കിക്കൊടുത്ത, സ്വത്വബോധം ഉണ്ടാക്കിക്കൊടുത്ത ഒരു മഹാനാണ്. ഇനി ചിലർക്ക് അദ്ദേഹം ജോബ് റിസർവേഷൻ ഉണ്ടാക്കി തന്ന ഒരു വ്യക്തിയാണ്. വടക്കേ ഇന്ത്യയിലെ അപ്പർ കാസ്റ്റുകളുടെ അടുത്ത് പോയാലോ അവരുടെ ഓപ്പർച്യൂണിറ്റിയെ ഇല്ലാതാക്കിയ വ്യക്തിയായിട്ടാണ്. ഈ അവസാനം പറഞ്ഞ കാര്യം എനിക്ക് നേരിട്ട് അനുഭവമുള്ളതാണ്. വടക്കേ ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന കാലത്ത് പല അപ്പർ കാസ്റ്റ് യങ്സ്റ്റേഴ്സും അംബേദ്കർ കാണുന്നത് എങ്ങനെയാണെന്ന് പല തവണ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. പക്ഷെ അവരോട് പൊറുക്കാം. കാരണം അവർ അംബേദ്കറുടെ വൈപുല്യമാറുന്ന ഭീഷണം മനസ്സിലാക്കിയവരല്ല. അതുകൊണ്ട് അത് നമ്മൾക്ക് സീരിയസ് ആയി എടുക്കേണ്ട കാര്യമില്ല.
ഞാൻ അംബേദ്കറിൽ കാണുന്നത് അംബേദ്കറുടെ പ്രവർത്തനങ്ങളിൽ അന്തർലീനമായി കിടക്കുന്ന അന്തർലീനമായി കിടക്കുന്ന ഊർജം, പ്രഭാവം എന്ത് ഈ മേഖലകളിലെല്ലാ പ്രവർത്തികളിലും അംബേദ്കറുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അന്തർലീനമായി കിടക്കുന്ന ഊർജം, പ്രഭ ഞാൻ 3-4 കാര്യങ്ങളിൽ കാണുന്നു. അതിലൊന്ന് ആർജവമാണ്. ഇന്റലക്ച്വൽ ഓണസ്റ്റി ആൻഡ് ഇന്റഗ്രിറ്റി. ബാബാ സാഹിബ് വാസ് ബ്രൂട്ടലി ഓണസ്റ്റ്. കത്തുന്ന സത്യസന്ധതയാണ്. ചെയ്യുന്ന കാര്യങ്ങളിൽ കളങ്കമില്ലായ്മ, വിട്ടുവീഴ്ചയില്ലാത്ത, സന്ധി ചെയ്യാത്ത ആത്മാർത്ഥത. അംബേദ്കറിൽ ഞാൻ കാണുന്ന രണ്ടാമത്തെ ഊർജം, ശക്തി എന്താണെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നു. ബാബാ സാഹിബ് ജനാധിപത്യ സംസ്കാരത്തിൽ അടിയുറച്ച പൗരസ്വാതന്ത്ര്യത്തിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും വേണ്ടി നിലനിർത്തിയായിരുന്നു. ലിബർട്ടി, സ്വാതന്ത്ര്യം, പൗരസ്വാതന്ത്ര്യം, അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയും നിറഞ്ഞു നിന്ന ഒരു ശക്തിയാണ്. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു കോർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അദ്ദേഹം തന്നെ പറഞ്ഞ ഒരു ഉദാഹരണം പറയാം. ഇത് അദ്ദേഹത്തിൻ്റെ തന്നെ വചനമാണ്. ഫ്രീഡം ഓഫ് മൈൻഡ് ഇസ് ദ റിയൽ ഫ്രീഡം. മനസ്സിന്റെ സ്വാതന്ത്ര്യമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. എ പേഴ്സൺ ഹൂസ് മൈൻഡ് ഈസ് നോട്ട് ഫ്രീ, ദോ ഹി മേ നോട്ട് ബി ഇൻ ചെയിൻസ്, ഈസ് എ സ്ലേവ്, നോട്ട് എ ഫ്രീ മാൻ. One whose mind is not free, though he may not be in prison, is a prisoner and not a free man. ഒരു മനുഷ്യന്റെ മനസ്സ് ഫ്രീ ആകാത്തിടത്തോളം കാലം അദ്ദേഹം ഒരു പ്രിസണർ മാത്രമാണ്. One whose mind is not free, though alive, is no better than dead. മനസ്സ് മരിച്ചതിന് തുല്യമാണ് ഫ്രീഡം ഇല്ലാത്ത മനസ്സ്. Freedom of mind is the proof of one's existence. ഒരാളുടെ നിലനിൽപ്പിന്റെ തന്നെ കാര്യം ഫ്രീഡം ഓഫ് മൈൻഡിലാണ്. ഫ്രീഡത്തിൽ അതിനെക്കുറിച്ച് അംബേദ്കർ പറഞ്ഞ വേറൊരു വരിയും കൂടി ഞാൻ ഇവിടെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. പോവർട്ടി there is and there will be, but poverty cannot be an excuse for sacrifice of human freedom. പട്ടിണി ഉണ്ടാകുകയും ചെയ്യും. But poverty cannot be an excuse for sacrificing human freedom. മനുഷ്യ സ്വാതന്ത്ര്യത്തെ ഇടുന്ന ഒരു കാരണമായിക്കൂടാ. പോവർട്ടി അതിന് കാരണമായിക്കൂടാ. Man cannot live by bread alone. He has a mind which needs food for thought. മനുഷ്യൻ ബ്രെഡ് കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. he reads a mind of his own. He needs a mind which needs food for thought. He has a mind which needs food for thoughts. ചിന്തിക്കുന്ന ഒരു മനസ്സും മനുഷ്യന് ആവശ്യമാണ്. ഈ സന്ദർഭത്തിൽ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കാവുന്ന ഒരു കാര്യം നിങ്ങളോട് പറയണം. നമ്മളുടെ ഭരണഘടനാ ശില്പി ആയി അംബേദ്കർ അല്ലായിരുന്നു എന്ന് നിങ്ങൾ ഒരു നിമിഷം എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കാം. ഞാൻ ആലോചിച്ച ഒരു കാര്യം നിങ്ങളോട് പറയാം. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്ന് നമ്മളുടെ അപ്പർ ഹൗസിൽ, അതായത് രാജ്യസഭയിൽ ഇരിക്കുന്നത് തുണിയെടുക്കാത്ത, നൂൽവസ്ത്രമില്ലാത്ത, രാവിലെ കടുക്ക കഷായം കുടിച്ചു വരുന്ന കുറച്ച് പേരുണ്ടാവും. അതിനകത്ത് കുറെ കാവ്യ വസ്ത്രധാരികൾ ഉണ്ടാവും. അതിൻ്റെ കൂടെ രാവിലെ എണിച്ച് കടുക്ക കഷായം കുടിച്ച് നൂൽവസ്ത്രം ധരിക്കാത്ത കുറച്ച് പേരും വന്നിരിക്കും. അതായിരിക്കും നമ്മുടെ രാജ്യസഭയുടെ ഘടന. എന്താ, ഇങ്ങനെയുള്ള വ്യക്തികൾ നമ്മളുടെ വ്യക്തി സ്വാതന്ത്ര്യം ഈ കഴിഞ്ഞ 75 വർഷത്തിനിടയിൽ എന്തുമാത്രം അലോ ചെയ്ത് തന്നിട്ടുണ്ടാകുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വല്ല സർപ്രൈസ് തോന്നുന്നുണ്ടോ? കാഷായ വസ്ത്രികളായിരിക്കാം നമ്മുടെ അപ്പർ ഹൗസായ രാജ്യസഭയിൽ ഇരിക്കുക എന്ന് പറഞ്ഞതിനോട് നിങ്ങൾക്ക്
വലിയ സർപ്രൈസ് ആയി വല്ലതും തോന്നുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ അമൃതാനന്ദമായി UN-ലാണ് പോയി പ്രസംഗിക്കുന്നത്. അത് അങ്ങനെ അത് നടക്കില്ല എന്നൊന്നും നിങ്ങൾ ധരിക്കണ്ട എന്ന് പറയാം. അല്ലെങ്കിൽ മറിച്ച് ആലോചിച്ച് നോക്കുക, കാഷായ വസ്ത്രധാരികൾ അപ്പർ ഹൗസിൽ ഇരിക്കും എന്ന് പറഞ്ഞതിനോട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആലോചിച്ച് നോക്കുക. ഇവരാണോ ഇരിക്കുന്നതെങ്കിലോ, ഇവരാണോ നമ്മളുടെ ഭരണഘടനയുടെ കാര്യങ്ങളിൽ ഇടപെട്ടിരുന്നതെങ്കിലോ? ഇത് ചെഗുവേരയുടെയാണ്. ടു മേക്ക് ഇൻഡിവിജ്വലിസം ഡിസപ്പർ ഫ്രം ദ നേഷൻ, ഇറ്റ് ഈസ് ക്രിമിനൽ ടു തിങ്ക് ഓഫ് ആസ് ഇൻഡിവിജ്വൽസ്. ചെഗുവേരയുടെ വരികളാണ്. ഇറ്റ് ഈസ് ക്രിമിനൽ ടു തിങ്ക് ഓഫ് എ വ്യക്തി എന്ന നിലയ്ക്ക് നിങ്ങൾ ചിന്തിക്കുന്നത് ക്രിമിനലാണ്. നിങ്ങൾ രാജ്യത്തിന് വേണ്ടി ചിന്തിക്കണം. രാജ്യം എന്ന ചക്രത്തിലെ സ്പോക്ക് മാത്രമാണ് നിങ്ങൾ. വേറൊരു വരി നോക്കുക. We must eliminate all newspapers. We cannot make a revolution with free press. Free press കൊണ്ട് revolution ഉണ്ടാവില്ല. Newspapers are instruments of oligarchy. ഒളിഗാർക്കിയുടെ ഒരു ഇൻസ്ട്രുമെന്റ് മാത്രമാണ് ന്യൂസ് പേപ്പർ. ആരാണ്? ചെഗുവേരയാണ് പറയുന്നത്. ഇതിന്റെ മാവോ പറഞ്ഞറിയാമല്ലോ, ഡെമോക്രാറ്റിക് ഇൻഡിവിജ്വലിസം കനോട്ട് ബി അലൗഡ്. ഇതിന്റെ പാരഡോക്സ് എന്താണെന്ന് വെച്ചാൽ, ഈ ചെഗുവേരയുടെയും ഈ മാർക്സിന്റെയും ഡെസ്പോട്ടിക് ഇൻട്രോഡ്സ്, കൺട്രോൾ ഓൺ ക്രെഡിറ്റ്, കൺട്രോൾ ഓൺ ട്രാൻസ്പോർട്ട് എന്നൊക്കെ എഴുതി വെച്ച മാർക്സിന്റെയും ഈ താടി വെച്ച ഗുരുക്കന്മാരുടെ താഴ്ത്തു നിന്നുകൊണ്ടാണ് നമ്മളുടെ പല പ്രൊഫസർമാരും അംബേദ്കറെ കുറിച്ച് ഘോര പ്രസംഗിക്കുന്നത്. ആ പാരഡോക്സ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ പ്രൊഫസർമാരെന്താ പറയുന്നത് അറിയോ? മാർക്സിലുമായുണ്ട്, മഹാത്മാഗാന്ധിയിലുമായുണ്ട്, അംബേദ്കറിലൂടെ മായുണ്ട്, അതുകൊണ്ട് ഇവരൊക്കെ മാനവികവാദികളാണെന്ന് പറയുന്നത്. എൻ്റെ പ്രൊഫസർമാരെ, അംബേദ്കർ വാസ് സ്റ്റാൻഡിങ് ഫോർ ദ പൗരസ്വാതന്ത്ര്യത്തിന് വേണ്ടി അംബേദ്കർ വാദിച്ച ഒരു വ്യക്തിയെ ഈ താടി വെച്ച ഗുരുക്കന്മാരുടെ താഴത്ത് നിന്ന് പ്രസംഗിക്കുമ്പോൾ, യു ആർ ഇന്റലക്ച്വലി ഡിസോണസ്റ്റ്. ഐ എം വെരി സോറി ടു സേ ദാറ്റ്. താടി വെച്ച ഗുരുക്കന്മാരുടെ താഴത്തു നിന്ന് നിങ്ങൾ അംബേദ്കറെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ അതൊരു ഇന്റലക്ച്വൽ ഡിസോണസ്റ്റി ആവുന്നു. ഇവ പരസ്പരം മോരും മുതിരയും പോലെ പിരിഞ്ഞു നിൽക്കുന്ന വസ്തുക്കളായിരിക്കും. അതൊരിക്കലും യോജിച്ച് മെർജ് ചെയ്യുന്ന ഫിലോസഫികളായിരിക്കില്ല. ഞാനിനി അംബേദ്കറിന്റെ ഫ്രീഡം, ലിബർട്ടി, പൗരസ്വാതന്ത്ര്യം എന്നതിനെ കുറിച്ച് അംബേദ്കർ പറഞ്ഞ ഒരു പാരഗ്രാഫും കൂടെ വായിച്ചിട്ട് മുന്നോട്ട് പോകാം. Positively, my social philosophy may be said to be enshrined in 3 words: liberty, equality and fraternity. ഉടനെ നിങ്ങൾ ഫ്രഞ്ച് റെവല്യൂഷനെ കുറിച്ച് ആലോചിച്ചോ? അങ്ങനെ ആലോചിക്കണ്ട. Let no one, however, say that I have borrowed my philosophy from the French Revolution. I have not. My philosophy has roots in religion and not in political science. I have derived them from the teachings of my master, the Buddha. Liberty എന്ന എൻ്റെ ആശയം എന്നിൽ നിറഞ്ഞു നിൽക്കുന്നത് മൈ മാസ്റ്റർ ബുദ്ധനിൽ നിന്ന് വന്നതാണ്. In his philosophy, ബുദ്ധന്റെ ഫിലോസഫിയിൽ ലിബർട്ടി ആൻഡ് ഈക്വാലിറ്റി had a place. He gave the highest place to fraternity as the only real safeguard against the denial of liberty or equality. ലിബർട്ടിയുടെയും ഈക്വാലിറ്റിയുടെയും സേഫ് ഗാർഡ് എന്ന് പറഞ്ഞത് ഫ്രാറ്റേണിറ്റിയാണ്, വിച്ച് ഹാസ് അനദർ നെയിം ഫോർ ബ്രദർഹുഡ് ഓർ ഹ്യൂമാനിറ്റി. ഹ്യൂമാനിറ്റിയുടെ വേറൊരു പേരാണ് ഫ്രാറ്റേണിറ്റി, വിച്ച് വാസ് അഗെയിൻ അനദർ നെയിം ഫോർ റിലീജിയൻ. ഇത് അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന പുസ്തകത്തിലെ അംബേദ്കറുടെ വരികളാണ്. അംബേദ്കറുടെ പ്രധാന ആശയമായ ലിബർട്ടിക്ക് വേണ്ടി ഞാൻ ഒരു പാരഗ്രാഫ് എടുത്തിട്ടതാണ്. അംബേദ്കറിന്റെ മൂന്നാമത്തെ ശക്തിയായി ഞാൻ കാണുന്നത് സ്കോളർഷിപ്പാണ്, പാണ്ഡിത്യം. അദ്ദേഹം എഴുതിയ ഈ ഒള്യൂമിനസ് വർക്കിൽ എവിടെയും നിങ്ങൾ ഒരു വാക്കുപോലും അനാവശ്യമായി പ്രയോഗിച്ചു കാണില്ല.
ഒരു വരി പോലും എക്സസീവായി അവിടെ യൂസ് ചെയ്ത് കാണില്ല. നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ ഏത് പേജ് വേണമെങ്കിലും എടുക്കാം. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻറ്റേഷൻ നടത്തുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ ഏത് വരി വേണമെങ്കിലും എടുക്കാം, നിങ്ങൾക്ക് ഉപയോഗിക്കാം. പാരഗ്രാഫ് ആഫ്റ്റർ പാരഗ്രാഫ് കൊളാസ്റ്റിസിറ്റി, പാണ്ഡിത്യം, ഭീഷണം നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ് അംബേദ്കറുടേത്. അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇതാണ് ഞാൻ അംബേദ്കർ കാണുന്ന മൂന്നാമത്തെ അംബേദ്കറുടെ പ്രവർത്തനങ്ങളുടെ, അംബേദ്കർ എന്ന വ്യക്തിയുടെ ശക്തി. അംബേദ്കറിൽ ഞാൻ കാണുന്ന നാലാമത്തെ അവസ്ഥ, അല്ലെങ്കിൽ നാലാമത്തെ അംബേദ്കറിൽ നിന്ന് ഒഴിച്ചുമാറി കാണാൻ പറ്റാത്ത നാലാമത്തെ കാര്യം എന്തെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പാർശ്വവൽക്കരിക്കപ്പെട്ടവനോടുള്ള, ഇന്ത്യയിലെ അധകൃതനോടുള്ള കമ്മിറ്റ്മെൻ്റാണ്. ഇതിൽ പ്രത്യേകിച്ച് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. അക്കാലത്തെ മറ്റുള്ളവരിൽ നിന്ന് ബാബാ സാഹിബിനെ ഇക്കാര്യത്തിൽ വേറിട്ട് നിർത്തുന്നത് എന്താണെന്ന് വെച്ചാൽ സ്നേഹം നിറഞ്ഞ, അനുകമ്പ നിറഞ്ഞ അധകൃതനോടുള്ള കമ്മിറ്റ്മെൻ്റാണത്. അതൊരു ആശയബദ്ധമായ അധകൃതനെ ഞാൻ സ്നേഹിക്കുന്നു, ഞാൻ പാവപ്പെട്ടവരുടെ കൂടെയാണ് എന്ന ആശയബദ്ധമായ കമ്മിറ്റ്മെൻ്റ് അല്ല. ഒരു ആശയബദ്ധമല്ലാത്ത, സേവിയർ മെന്റാലിറ്റി ഇല്ലാത്ത, ബെനിവോലന്റ് സാക്രിഫൈസർ സേവിയർ മെന്റാലിറ്റി അല്ലാത്ത കമ്മിറ്റ്മെൻ്റാണ് അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹത്തിൻ്റെ ജനതയോട് അദ്ദേഹം ജീവിതകാലം മുഴുവൻ ഒഴിഞ്ഞു വെച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മുഴുവൻ ഈ കമ്മിറ്റ്മെൻ്റ് നിറഞ്ഞു നിൽക്കുന്നതാണ്. ഈ വരികൾ എൻ്റെ തന്നെ വരികളാണ്, ഞാൻ എവിടെ നിന്നും കോപ്പി എടുത്തതല്ല. ഒരു ആശയബദ്ധമല്ലാത്ത, ഞാനിതാ അധകൃതനെ സേവിക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു എന്ന് മനോഭാവത്തിലുള്ള കമ്മിറ്റ്മെൻ്റ് അല്ലാതെ അത് ഒരു ബെനിവുളന്റ് സാക്രിഫൈസർ സേവിയർ മെന്റാലിറ്റി ഉള്ള കമ്മിറ്റ്മെൻ്റ് അല്ല. അതൊരു സ്വാഭാവികമായ സ്നേഹത്തിൽ നിന്ന് ഉടലെടുത്ത കമ്മിറ്റ്മെൻ്റാണ്. ഇനി ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരികയാണ്. ഇത്രയും നേരം ഞാൻ എൻ്റെ വിഷയം തുടങ്ങിയിട്ട് പോലുമില്ല. എക്കണോമിക്സ്. ഈ ലിസ്റ്റ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് അംബേദ്കറിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽ ആണ്. 8 എണ്ണം ഞാനിവിടെ നിരത്തിയിരിക്കുന്നു. അതിൻ്റെ 7ഉം 8ഉം ഒണോറിസ് കോസ കൺഫേർഡ് ഡിഗ്രിയാണ്. കൊളംബിയ യൂണിവേഴ്സിറ്റിയും പിന്നീട് ഓസ്മാനിയ യൂണിവേഴ്സിറ്റിയും അദ്ദേഹത്തിന് PhD കൺഫർ ചെയ്ത് നൽകി. പിന്നെ അദ്ദേഹം ലണ്ടനിലെ ഗ്രേസിനിൽ നിന്ന് ബാററ്റ് ലോ എടുക്കുകയുണ്ടായി. ബാക്കിയുള്ള ഈ ഡിഗ്രികൾ മുഴുവൻ എക്കണോമിക്സിലാണ്, എക്കണോമിക്സുമായി ബന്ധപ്പെട്ട ഡിഗ്രികളാണ് അദ്ദേഹത്തിൻ്റെ BA 1913 എൽഫിൻസ്റ്റൺ കോളേജിൽ നിന്നെടുത്ത BAയുടെ ഒരു പ്രധാന സബ്ജക്റ്റ് എക്കണോമിക്സും പൊളിറ്റിക്കൽ സയൻസുമായിരുന്നു. അതിൻ്റെ കൂടെ അദ്ദേഹം ഭാഷകൾ പഠിക്കേണ്ട നിർബന്ധമായിരുന്നു. പേഴ്ഷ്യൻ അവിടെ പഠിക്കാനിടയായി. എന്തുകൊണ്ടാണ് പേഴ്ഷ്യൻ പഠിക്കാനിടയത്? സംസ്കൃതം മഹർമാർക്ക് പഠിക്കാൻ പറ്റില്ല. മഹറിന് എങ്ങനെയാണ് സംസ്കൃതം പഠിക്കുക? അദ്ദേഹം അതുകൊണ്ട് പേഴ്ഷ്യൻ എടുക്കാൻ നിർബന്ധിതനായി. ഈ അവസരത്തിൽ ഞാനൊരു കാര്യം കൂടി പറയുന്ന ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അംബേദ്കർക്ക് 9 ഭാഷകൾ അറിയാമായിരുന്നു. 9 ഭാഷകൾ അറിയുന്നത്: ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ജർമ്മൻ, ഇവിടെ വന്ന മറാത്തി, ഗുജറാത്തി, ഹിന്ദി, സാൻസ്ക്രിറ്റ്, പേഴ്ഷ്യൻ, അങ്ങനെ 9 ഭാഷകൾ അദ്ദേഹത്തിന് പ്രാവീണ്യമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് BA എൽഫിൻസ്റ്റൺ കോളേജിൽ നിന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ അദ്ദേഹം ബറോഡ രാജാവിൻ്റെ ഗെയ്ക്വാദിൻ്റെ സ്കോളർഷിപ്പോടുകൂടി കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ പോയി MA. അവിടെയും ഒരു സബ്ജക്റ്റ് എക്കണോമിക്സും സോഷ്യോളജിയുമായിരുന്നു. അദ്ദേഹം അവിടെ സബ്മിറ്റ് ചെയ്ത ഒരു പേപ്പറാണ് ഏൻഷ്യന്റ് ഇന്ത്യൻ കോമേഴ്സ്. അതിനെക്കുറിച്ച് ഞാൻ താഴെ സംസാരിക്കാം.
അദ്ദേഹം അവിടെ നിന്ന് ഒരു PhD എടുത്തു, കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു PhD എടുത്തു. അവിടെ സബ്മിറ്റ് ചെയ്ത PhD തീസിസിന്റെ പേരാണ് നാഷണൽ ഡിവിഡൻഡ് ഓഫ് ഇന്ത്യ, എ ഹിസ്റ്റോറിക് ആൻഡ് അനാലിറ്റിക്കൽ സ്റ്റഡി. ഈ പേപ്പറിനെയാണ് പിന്നീട് എവല്യൂഷൻ ഓഫ് പ്രൊവിൻഷ്യൽ ഫിനാൻസ് ഇൻ ഇന്ത്യ എന്നൊരു പുസ്തകമായി പ്രസിദ്ധീകരിച്ചത്. അതും അദ്ദേഹത്തിന്റെ സബ്ജക്ട് എക്കണോമിക്സ് ആണ്. പിന്നീട് അദ്ദേഹം ലണ്ടനിലേക്ക് പോയി. അവിടെ അദ്ദേഹം MSc സബ്മിറ്റ് ചെയ്ത പേപ്പറാണ് പ്രൊവിൻഷ്യൽ ഡീസെൻട്രലൈസേഷൻ ഓഫ് ഇമ്പീരിയൽ ഫൈനാൻസ് ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ. അതും എക്കണോമിക്സ് ആണ്. പിന്നീട് അദ്ദേഹം PhDക്ക് ജോയിൻ ചെയ്തതോട് കൂടെ തന്നെ ഗ്രേസ് ഇന്നിൽ ബാരിസ്റ്റർ അറ്റ് ലോയ്ക്കും ചേരുകയുണ്ടായി. ദ പ്രോബ്ലം ഓഫ് റുപ്പി, ഇറ്റ്സ് ഒറിജിൻ ആൻഡ് ഇറ്റ്സ് സൊല്യൂഷൻ, ഇതാണ് അദ്ദേഹത്തിന് ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ അദ്ദേഹത്തിന്റെ PhD തീസിസ്. ഈ പുസ്തകത്തെക്കുറിച്ച് ഞാൻ താഴെ വരുന്ന വരികളിൽ ഞാൻ സംസാരിക്കാം. ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ഭരണഘടന ഇത്രയും സുന്ദരവും ഇത്രയും ശക്തവും കാലത്തെ അതിജീവിച്ച് നിലനിൽക്കുന്നതിനും ഒരു പ്രധാന കാര്യം ഒരുപക്ഷെ ലിബർട്ടിയിലും പൗരസ്വാതന്ത്ര്യത്തിലും അടിയുറച്ച് വിശ്വസിച്ച ഒരു എക്കണോമിസ്റ്റ് എഴുതിയ ഭരണഘടന ആയതുകൊണ്ടല്ലേ? ആലോചിച്ച് നോക്കാം. ഓക്കെ, ഇനി ഞാൻ അദ്ദേഹത്തിന്റെ ഇങ്ങനെ കാര്യങ്ങൾ എങ്ങനെയാണെങ്കിലും അദ്ദേഹത്തിന്റെ ബേസിക് പഠന സാമഗ്രികൾ മുഴുവൻ പഠനകാലത്ത് തന്നെ എക്കണോമിക്സിൽ അദ്ദേഹം പേരെടുത്തുവെങ്കിലും അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ഇന്ത്യയിൽ വരെ ചർച്ച ചെയ്യുമായിരുന്നു, ഞാൻ പറയാം. എങ്കിലും അദ്ദേഹം പിന്നീട് 1923 ശേഷം എക്കണോമിക്സിൽ കാര്യമായ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട എഴുത്തുകളൊന്നും വർക്കുകളൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിൽ എക്കണോമിക്സിന്റെ ആ ബേസിക് ഗഹനത നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ വലിയ 1-2 ഉദാഹരണങ്ങൾ കാണിച്ചു തരാം, പറയാം. അദ്ദേഹത്തിന്റെ കൊളംബിയ യൂണിവേഴ്സിറ്റി MA എക്കണോമിക്സ് സബ്മിറ്റ് ചെയ്ത ആശയങ്ങളുടെ ഒരു പാരഗ്രാഫ് ഞാനിവിടെ ഇട്ടിരിക്കാം. അത് ഇതിൽ നിന്നാണത്. The evolution of provincial finance in British India. Ambedkar's criticism of the imperial finance. അദ്ദേഹത്തിന് ഈ 1915 സ്റ്റുഡൻ്റ് ആയിരുന്ന അംബേദ്കർ എത്രമാത്രം ഗഹനതയോടെയാണ് അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ എക്കണോമിക്സിൽ അറിവ് നേടിയിട്ടുണ്ടായിരുന്നു എന്നതിന് ഒരു ഉദാഹരണം എന്ന നിലയ്ക്കാണ് ഞാൻ ഈ പാരഗ്രാഫ് ഇവിടെ എടുത്തിട്ടിരിക്കുന്നത്. The inadequacy of imperial finance was mainly due to the unsound fiscal policy. The land tax was heaviest impost of the imperial revenue system in operation, which prevented the prosperity of the agriculture industry. Land tax was so heavy, agriculture കർഷകന്റെ നടുവൊടിക്കുന്ന ടാക്സ് ആയിരുന്നു. Another source of income was the customs duty, which hampered the manufacturers of the country. ഇന്ത്യയിലെ അന്നത്തെ മാനുഫാക്ചറേഴ്സിനെയും ഹെവിയായി ടാക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. There were internal customs and external customs, and both were equally injurious to the trade. Salt tax and other oppressive taxes continued to harass the industrial poor. Under the industrious revenue system of the imperial government, the taxing capacity of the people decayed so that notwithstanding the numerous resources from which derived, enlarge ചെയ്യട്ടെ, വായിക്കാൻ ഒത്തിരി പാടുണ്ട്. Decayed so that notwithstanding the numerous resources from which it derived its revenue, which derived its revenue, the imperial government was unable to make both ends meet. ഇന്നത്തെ പോലെ തന്നെ അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്
ഫിസിക്കൽ പോളിസിയിൽ കൺട്രോൾ ഉണ്ടായിരുന്നില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരുന്നില്ല. അത് എന്തിന് റിസൾട്ട് ചെയ്തു? അവസാനത്തെ വരി വായിക്കാം. ഇറ്റ് റിസൾട്ട് എഡ്യൂക്കേഷൻ. അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ പുരോഗമനപരമായ വിദ്യാഭ്യാസപരമായ കാര്യമായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റിന് ചെയ്യാൻ പറ്റിയില്ല എന്നാണ് അദ്ദേഹം കൺക്ലൂഡ് ചെയ്യുന്നത്. അവസാനത്തെ കാര്യങ്ങൾ വായിക്കാം. എഡ്യൂക്കേഷൻ ഫോംഡ് നോ പാർട്ട് ഓഫ് ദ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ആൻഡ് യൂസ്ഫുൾ പബ്ലിക് വർക്സ് വർ ലാമെന്റബിളി ലോ. ഇൻഫ്രാസ്ട്രക്ചർ, എഡ്യൂക്കേഷൻ മുതലായ കാര്യങ്ങളിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് വളരെ കുറച്ച് ചിലവാക്കാൻ കഴിഞ്ഞുള്ളൂ. നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർ നമുക്ക് പല ഇൻഫ്രാസ്ട്രക്ചറുകളും സൗകര്യങ്ങളും ഉണ്ടാക്കി തന്നു. പ്രസിഡൻസി കോളേജ് മദ്രാസ്, പ്രസിഡൻസി കോളേജ് കൽക്കട്ട, യൂണിവേഴ്സിറ്റി ബോംബെ യൂണിവേഴ്സിറ്റി, ഞങ്ങളുടെ പാലക്കാട്ടുകാരുടെ 1869 തുടങ്ങിയ വിക്ടോറിയ കോളേജ് മുതലായ ബ്രിട്ടീഷുകാർ നമുക്ക് പലതും ചെയ്തു തന്നു എന്നാണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ അന്നത്തെ റവന്യൂവിൻ്റെ വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ് ഇങ്ങനത്തെ കാര്യങ്ങളിൽ അവർ ചെലവാക്കിയിരുന്നുള്ളൂ. ബാക്കി ആസ് ഫാർ ആസ് ദ എക്സ്പെൻഡിച്ചർ, 9ാമത്തെ വായിക്കുക. ആസ് ഫാർ ആസ് ദ എക്സ്പെൻഡിച്ചർ ഇസ് കൺസേൺ, the military invariably consumed more than half of the total revenue. To these should be added the internal charges on war debts. ടാക്സ് ആയി കിട്ടുന്ന വരുമാനത്തിന്റെ 50% മിലിറ്ററിക്ക് വേണ്ടി ബ്രിട്ടീഷ് ഇന്ത്യ ഗവൺമെന്റ് ചെലവാക്കുമായിരുന്നു. അതിനും പോരാത്തതിന് മിലിറ്ററി ആവശ്യങ്ങൾക്ക് വാങ്ങിച്ച കടത്തിന്റെ ചെലവും ഗവൺമെന്റിന്റെ ടാക്സ് വരുമാനം മിക്കവരും അതിനായിരുന്നു ചെലവഴിച്ചത്. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞതായി മാത്രം നിങ്ങൾ കണ്ടാൽ പോരാ. ഇതൊക്കെ നീണ്ട ചാർട്ടുകളിലൂടെയാണ് ബാബാ സാഹിബ് സമർപ്പിച്ചത്. ആ പുസ്തകത്തിൽ ടേബിൾസുകളും ചാർട്ടുകളും നിറച്ചുകൊണ്ടാണ് ഈ പറഞ്ഞ പോയിന്റുകൾ അദ്ദേഹം സ്ഥാപിച്ചെടുത്തത്. ഒരു ഉദാഹരണം കാണിച്ചു തരാം. ഇതുപോലെയുള്ള ചാർട്ടുകൾ ആ പുസ്തകത്തിൽ നിറഞ്ഞു കിടക്കണം. 1900 മുതൽ 1850 മുതലുള്ള വരുമാനത്തിന്റെ വരവ് ചെലവുകളുടെ ചാർട്ടുകൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഞാൻ നേരത്തെ വായിച്ച വരികൾ സമർപ്പിച്ചെടുത്തത് എന്ന് മനസ്സിലാക്കണം. ആ അദ്ദേഹത്തിന്റെ തീസിസിനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ കൊളംബിയ യൂണിവേഴ്സിറ്റി സബ്മിറ്റ് ചെയ്ത എക്കണോമിക്സ് പേപ്പറിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ പ്രൊഫസറായ എഡ്വിൻ സെലിഗ്മാൻ പറഞ്ഞത് വായിക്കാം. The value of Dr. Ambedkar's contribution of this discussion lies in the objective creation of the fact and the impartial analysis of the interesting development that has taken place in his native country, India. Interesting development that has taken place in his native country. അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അംബേദ്കർ ഇന്ത്യയാണ്. The lessons are applicable to other countries as well. മറ്റ് ബ്രിട്ടീഷ് ഗവൺമെന്റ് കീഴിലുള്ള കോളനികൾക്കും അംബേദ്കർ പറഞ്ഞ കാര്യങ്ങൾ അപ്ലിക്കബിൾ ആണെന്ന് സെലിഗ്മാൻ പറയുന്നു. Nowhere to my knowledge has such a detailed study of the underlying principle been made. എൻ്റെ അറിവിൽ ഇത്രയും ഡീറ്റെയിൽ ആയ ഒരു സ്റ്റഡി ഉള്ളതായി എനിക്കറിവില്ല എന്ന് പ്രൊഫസർ സെലിഗ്മാൻ പറയുന്നു. ഇവിടെ ഒരു കാര്യം കൂടെ ഞാനിവിടെ വിട്ടുപോയി. അത് 8ാമത്തെ വായിച്ചു നോക്കുക. സാൾട്ട് ടാക്സ് ആൻഡ് അതർ റിപ്രസീവ് ടാക്സസ് കണ്ടിന്യൂ ടു ഹറാസ് ദ ഇൻഡസ്ട്രീസ് പുവർ. ഇത് എപ്പോഴാണ് പറയുന്നത്? ഉപ്പിനെ കുറിച്ചുള്ള ടാക്സിനെ കുറിച്ച് അംബേദ്കർ സബ്മിറ്റ് ചെയ്ത പേപ്പർ സംവെയർ നിയർ 1915-16 ഇത് സബ്മിറ്റ് ചെയ്യും. 17 നമ്മളുടെ ഉപ്പ് സത്യാഗ്രഹം എപ്പോഴാണ്? 1930. ഇതും കൂടി മനസ്സിലാക്കണം. ഇനി അദ്ദേഹത്തിന്റെ MA-യുടെ മറ്റൊരു പേപ്പർ ഉണ്ടായിരുന്നല്ലോ, ഏൻഷ്യന്റ് ഇന്ത്യൻ കോമേഴ്സ്. ഇതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു നോക്കുക. So far as the moral and social life of the people were concerned, the change of government by the Mughals to a government by the British was only a change of rulers rather than a change of system. ബ്രിട്ടീഷുകാരിൽ നിന്ന് മുഗളന്മാരിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള മാറ്റം എന്ന് പറയുന്നത് വെറും ഒരു സിസ്റ്റത്തിന്റെ ചേഞ്ച് മാത്രമായിരുന്നു.
സാധാരണക്കാരനായവൻ അവൻ്റെ ടോയിലിംഗ് ദൈനംദിന കഷ്ടപ്പാടുകളുമായി ജീവിക്കുക മാത്രമായിരുന്നു. ഭരണതലം മാത്രം മാറി. Owing to the adoption of the principle of non-interference, partly by preference and partly by necessity by the British. നാട്ടുകാര്യങ്ങൾ ഇടപെടാതിരിക്കുക എന്നുള്ള ബ്രിട്ടീഷ് നയം partly was out of necessity and partly it was preference. The natives of India found themselves under a government distinct in no vital respect for those under which they had toiled and worshipped. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് എന്തുമാത്രം കഷ്ടപ്പാടിലും ടോയിലിങ്ങിലുമാണോ ഇന്ത്യൻ ജനത ജീവിച്ചത്, ബ്രിട്ടീഷുകാർ വന്നപ്പോൾ അതിൽ യാതൊരു മാറ്റം ഉണ്ടായില്ല. പുതിയ ഗവൺമെന്റ് വന്നു, പുതിയ ഒരാൾക്ക് വേണ്ടി, പുതിയൊരു ഗവൺമെന്റിന് വേണ്ടി അവർ വർക്ക് ചെയ്യുമ്പോൾ മാത്രം. ഫ്രം എ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് പോയിന്റ് ദ ചേഞ്ച് വാസ് ബട്ട് ദ റീപ്ലേസ്മെന്റ് ഓഫ് വൺ ഡെസ്പോട്ടിസം ബൈ അനദർ. ഒരു ഡെസ്പോട്ടിനെ മാറി വേറൊരു ഡെസ്പോട്ട് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. മുഗളൻ പോയി, അവിടെ ബ്രിട്ടീഷുകാർ വന്നു എന്ന് മാത്രം. ഇറ്റ് അക്സെപ്റ്റഡ് ദ അറേഞ്ച്മെന്റ്സ് ആസ് ഇറ്റ് ഫൗണ്ട് ദം and preserved them faithfully in the manner of the Chinese tailor who, when given an old coat as a pattern, produced with pride an exact replica, pens, patches and etc. all. അതായത് ഒരു ചൈനീസ് തുന്നൽക്കാരൻ്റെ ഉദാഹരണം അംബേദ്കർ ഇവിടെ കൊണ്ടുവരികയാണ്. അളവിന് കൊടുത്ത കോട്ടിലെ കണ്ടം വെച്ച കോട്ടിലെ അതേപോലെയുള്ള പാച്ചുകളും കീറലുകളും പാച്ച് വർക്കുകളും ആയി തുന്നിച്ചേർത്തുകൊണ്ട് ഉണ്ടാക്കിയ കോട്ട് നോക്കി ആനന്ദിക്കുന്ന ചൈനീസ് തുന്നൽക്കാരനെ പോലെയാണ് ബ്രിട്ടീഷുകാരനും. മുഗളന്മാർക്ക് അവർക്ക് കിട്ടിയ ആ പോരായ്മകളോട് ഇതുകൊണ്ട് തന്നെയാണ് ബ്രിട്ടീഷുകാരൻ കൈകാര്യം ചെയ്യുക. ഇതൊക്കെ എപ്പോഴാണ് പറയുന്നത്? വൈറ്റ് മാൻ്റെ അടുത്ത് പേപ്പർ സബ്മിറ്റ് ചെയ്തിട്ടാണ്, കൊളംബിയ യൂണിവേഴ്സിറ്റി സബ്മിറ്റ് ചെയ്ത പേപ്പറിലാണ് ഇതൊക്കെ പറയുന്നത്. ഇവിടെ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ഈ പുസ്തകം പിന്നീട് വർഷങ്ങളോളം ഇന്ത്യയിലെ അന്ന് കാലത്ത് ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗങ്ങൾ ഒരു റെഡി റെഫറൻസ് ആയി കൊണ്ട് നടന്നിരുന്നു. ഇമ്പീരിയൽ ഫൈനാൻസിനെ കുറിച്ച് അദ്ദേഹം എഴുതിയ പുസ്തകം വാസ് സോ ഡെപ്ത് ഇൻ ഡാറ്റ ആൻഡ് അനാലിസിസ് ദാറ്റ് അന്നേക്ക് 1920 അവസാന കാലങ്ങളിൽ ബോംബെയിൽ ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ടായിരുന്നു. ഇന്ത്യക്കാരും പങ്കുള്ള ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ടായിരുന്നു. ഡൽഹിയിലും ഇന്ത്യക്കാരുള്ള ലെജിസ്ലേറ്റീവ് അംഗങ്ങൾ ഉണ്ടായിരുന്നു. അവരൊക്കെ അംബേദ്കറിന്റെ ഈ പുസ്തകത്തെ ഒരു റെഡി റെഫറൻസ് പോലെ കക്ഷത്തെ പിടിച്ച് നടക്കുമായിരുന്നു എന്നും കൂടി പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. ബാബാ സാഹിബിന്റെ തീസിസിനെ മാനിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളും പ്രൊഫസർമാരും ചേർന്ന് ഒരു വിരുന്നൊരുക്കി അദ്ദേഹത്തെ പ്രത്യേകം അഭിനന്ദിക്കുകയും ചെയ്തായിരുന്നു. കൊളംബിയ യൂണിവേഴ്സിറ്റി ഈ അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ ഗഹനതയെ മാനിച്ചുകൊണ്ട് വിദ്യാർത്ഥികളും പ്രൊഫസറും ചേർന്ന് ഒരു ഡിന്നറും അദ്ദേഹത്തിന് കൊടുക്കുകയുണ്ടായി. ഇനി ഞാൻ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ PhD തീസിസ് പുസ്തകമായ ഈ പുസ്തകത്തിനെ കുറിച്ച് പറയാൻ പോവാണ്. The provincial decentralization of imperial ഇനി ഞാൻ സംസാരിക്കാൻ പോണത് The Problem of Rupee and its Origin and its Solution. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിന്റെ PhDക്ക് അദ്ദേഹം സമർപ്പിച്ച പുസ്തകമാണ് The Problem of the Rupee and its Origin and its Solution. ഈ പുസ്തകത്തെക്കുറിച്ച് അംബേദ്കറുടെ പല വർക്കുകളെ കുറിച്ച് നമുക്ക് പലയിടത്തും കിട്ടുമെങ്കിലും ഈ പുസ്തകത്തെക്കുറിച്ച് അധികം കാണാറില്ല. ആക്ച്വലി ഇതൊരു മോണിറ്ററി തിയറി പുസ്തകമാണ്. ഡോക്ടർ നരേന്ദ്ര ജാദവ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അംബേദ്കറിന്റെ ഏറ്റവും നല്ല 5 പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിലൊന്ന് ദ പ്രോബ്ലം ഓഫ് ദ റുപ്പി ആൻഡ് ഇറ്റ്സ് ഒറിജിൻ ആൻഡ് ഇറ്റ്സ് സൊല്യൂഷൻ ആകുമെന്നാണ് ഡോക്ടർ നരേഷ് യാദവ് പറയുന്നത്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കാം. ആക്ച്വലി ഇതൊരു മോണിറ്ററി തിയറിയാണ്. ഗോൾഡ് സ്റ്റാൻഡേർഡ്, ഗോൾഡ് എക്സ്ചേഞ്ച് സ്റ്റാൻഡേർഡ്. അതായത്
അന്ന് കാലത്ത് ബ്രിട്ടനിൽ ഗോൾഡ് സ്റ്റാൻഡേർഡാണ് പാലിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയിൽ സിൽവർ സ്റ്റാൻഡേർഡ്. ഇന്ത്യയിലെ പ്രിൻസിലി സ്റ്റേറ്റുകളും ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഗവൺമെന്റും സിൽവർ സ്റ്റാൻഡേർഡാണ് പാലിച്ചിട്ടുണ്ടായിരുന്നത്. എന്താണ് ഈ ഗോൾഡ് സ്റ്റാൻഡേർഡ്? ഈ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ മോണിറ്ററി തിയറിയിൽ വരുന്ന ഒരു കൺസെപ്റ്റാണ്. നിങ്ങളുടെ 100 രൂപ നോട്ട് എടുത്ത് നോക്കുക, അതിൽ എഴുതിയിട്ടുണ്ട് ഐ പ്രോമിസ് ടു പേ ദ ബിയറർ ₹100. എന്താണ് ഈ പ്രോമിസ്? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഈ 100 രൂപ കൊണ്ട് കൊടുത്തിട്ട് ഗവൺമെന്റ് കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്താണ് പകരം വേണ്ടത്? ആ കൺസെപ്റ്റ് മനസ്സിലാവലാണ് ആ ഗോൾഡ് സ്റ്റാൻഡേർഡ് മനസ്സിലാവല്. സർക്കാരിൻ്റെ നെല്ല് വേണമെന്നാണ് നിങ്ങൾ പറയുന്നത്. ഇത്ര തേങ്ങ കിട്ടിയാൽ മതിയാവോ? എന്താണ് ഐ പ്രോമിസ് ടു പേ വായിക്കുന്നത്? അതായത് അതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് ചോദിക്കുക, 1 ലക്ഷം കോടിയോ 2 ലക്ഷം കോടിയുടെയോ കറൻസികൾ ബ്രിട്ടീഷ് ഗവൺമെന്റ് അടിച്ചിറക്കി മാർക്കറ്റിൽ വിടുമ്പോൾ അതിൻ്റെ പുറകിലുള്ള കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, അത്രയ്ക്കും തുകയ്ക്കുള്ള സ്വർണത്തിന്റെ ശേഖരം ഗവൺമെന്റുകൾ എടുത്തു വെച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ പുറകിലുള്ള കൺസെപ്റ്റ്. ഐ പ്രോമിസ് ടു പേ. ഈ പേപ്പർ കടലാസ് കയ്യിലുള്ളവൻ ആവശ്യപ്പെട്ടാൽ പകരം കൊടുക്കാനുള്ള ഗോൾഡോ ബുള്ളിയനോ ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് ഒരു സോവറിൻ വാഗ്ദാനമാണ് ഐ പ്രോമിസ് ടു പേ. പക്ഷെ ആക്ച്വലി ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഒരു കാലത്തും ഒരു ഗവൺമെന്റുകളും 100% ബുള്ളിയനുകൾ എടുത്തു വെച്ചിട്ടല്ല നോട്ടുകൾ അടിച്ചിറക്കിയിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും നല്ല കാലത്ത് പോലും 35% 40% വരെ ബുള്ളിയൻ മാത്രം സ്റ്റോർ ചെയ്തുകൊണ്ടാണ് നോട്ടുകൾ അച്ചടിച്ചു വിട്ടിരുന്നത്. 1ാം ലോക മഹായുദ്ധം കഴിയുമ്പോഴേക്ക് തന്നെ പല യൂറോപ്യൻ രാജ്യങ്ങളും സർപ്രസ്റ്റീഷ്യസായി ഈ പകരം ബുള്ളിയൻ എടുത്തു വെച്ചുകൊണ്ടുള്ള നോട്ടടി അവസാനിപ്പിച്ചു. അവർ നോട്ടടിച്ചുകൊണ്ടിരിക്കും, പകരം ശേഖരമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിനെ ഇന്ത്യയിലേക്ക് വന്നാൽ, ഇന്ത്യയിലും നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ സ്വർണത്തിന് പകരം വെള്ളിത്തിന്റെ ശേഖരം വെച്ചുകൊണ്ടാണ് നോട്ടടിച്ചുകൊണ്ടിരുന്നത്. അതിനെക്കുറിച്ച് അംബേദ്കർ പറയുകയാണ്, it is a double-edged weapon. If there is an irresponsible government comes to power, ഒരു ഇറസ്പോൺസിബിൾ ഗവൺമെന്റ് എപ്പോഴൊക്കെ ഏതൊക്കെ രാജ്യത്ത് പവറിൽ വന്നാലോ ഈ നോട്ടടിച്ചു വിടുന്ന സിസ്റ്റം ഈസ് എ ഡബിൾ-എഡ്ജ്ഡ് വെപ്പൺ എന്ന് 1918 മറ്റോ അംബേദ്കർ പറയാണ്. ഉദാഹരണമായിട്ട് 1ാം ലോക മഹായുദ്ധം അവസാനിച്ചതോടുകൂടി ജർമ്മനിക്ക് ഒരുപാട് റിപ്പാട്രിയേഷന്റെ തുക സഖ്യകക്ഷികൾക്ക് കൊടുക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. അന്നത്തെ ജർമ്മൻ ഗവൺമെന്റ് എന്താ ചെയ്ത്, കുറേ നോട്ടങ്ങൾ അടിച്ചു കൂട്ടി എന്നിട്ട് എല്ലാവർക്കും കൊണ്ട് കൊടുത്തു. ഒരു കാലം കഴിഞ്ഞപ്പോൾ ഈ നോട്ടുകളൊക്കെ തിരിച്ച് ജർമ്മനിയിൽ തന്നെ വന്നു. നിങ്ങൾ നെറ്റിൽ പോയാൽ കാണാൻ കഴിയും, കുട്ടികൾ ഈ ജർമ്മൻ മാർക്കിന്റെ ഉന്തുവണ്ടികൾ തള്ളിക്കൊണ്ടുപോയി മതിൽ കെട്ടി കളിക്കുന്നു കാണാം. അത്രമാത്രം വിലയില്ലാതായി. ഇതാണ് ഈ വിഷയമൊക്കെയാണ് അംബേദ്കർ ആ പുസ്തകത്തിൽ ഡീൽ ചെയ്യുന്നത്. ഇവിടെ ഇന്ത്യയുടെ സർക്കംസ്റ്റൻസിൽ അന്നത്തെ സാഹചര്യം ഒന്ന് കൺസിഡർ ചെയ്താൽ എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ത്യയുടെ പല ഗവൺമെന്റുകളിലും കറൻസിന്റെ മൂല്യം കുറയും. ഇന്ത്യയിലേക്ക് എന്തെങ്കിലും മെഷീനറികളോ ഇറക്കുമതി ചെയ്യണമെങ്കിൽ ഇന്ത്യ ഗവൺമെന്റിന് ഗോൾഡ് സ്റ്റാൻഡേർഡ് പാലിക്കുന്ന ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഗോൾഡിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം അത് വാങ്ങിക്കാൻ. ഒരു സൈലന്റ് ഇൻകേർഡ് എക്സ്പെൻസ് ഇതിനകത്ത് വരികയാണ്. ദ സിറ്റുവേഷൻ വാസ് സോ ബാഡ് ദാറ്റ് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ, പല ഓഫീസർമാരും ഇന്ത്യയിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അവർക്ക് ബ്രിട്ടനിലേക്ക് അവരുടെ കുടുംബത്തിന്റെ കാര്യങ്ങൾക്കായി കാശ് അയക്കുമ്പോൾ ദ മണി വാസ് ബിക്കമിങ് സോ ലെസ് ദാറ്റ് അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റിന് സാലറി പാക്കേജിന്റെ കൂടെ ഈ കൺവേർഷനിൽ വരുമ്പോഴുള്ള നഷ്ടം വരെ നികത്തി കൊടുക്കണമായിരുന്നു അത്ര. അപ്പൊ ഈ വിഷയമാണ് അംബേദ്കർ ഈ പുസ്തകത്തിൽ കൈകാര്യം ചെയ്യുന്നത്. ഇനി ഞാൻ അംബേദ്കറുമായി ബന്ധപ്പെട്ട എക്കണോമിക്സുമായി ബന്ധപ്പെട്ട വേറെ ചില വിഷയങ്ങൾ സംസാരിക്കാൻ പോവാണ്.
ഞാൻ നേരത്തെ പറഞ്ഞത് ഇവിടെ ഒന്നും കൂടി എനിക്ക് ആവർത്തിക്കേണ്ടിയിരിക്കുന്നു. ഇതൊക്കെ അംബേദ്കർ പറഞ്ഞത് ഒരുപാട് ടേബിൾസും ചാർട്ടുകളും പഠന മെറ്റീരിയലുകളും കോട്ട് ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്. ഞാനിത് അടയ്ക്കാപ്പരുവത്തിൽ എനിക്ക് മനസ്സിലായത് ഇങ്ങനെ പറഞ്ഞുവെങ്കിലും ഇതുപോലെയുള്ള ചാർട്ടുകളുടെ ഞാൻ ആ പുസ്തകം ഒന്ന് സ്ക്രോൾ ചെയ്ത് പോയി. ഈ പുസ്തകം എന്താണ്? The Problem of Rupee and its Origin and its Solution. ആ പുസ്തകം പിന്നെ കിട്ടും, അതിൻ്റെ PDF ഇഷ്ടംപോലെ ഡൗൺലോഡ് ചെയ്യാനുണ്ട്. ഞാൻ അതിൽ കൂടെ ഒന്ന് സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ ഇതുപോലെയുള്ള ചാർട്ടുകളും പഠനങ്ങളുടെയും ഒരു 50-60, ഞാൻ കൗണ്ട് ചെയ്ത് 50-60 ടേബിൾ, വലിയ വലിയ ടേബിൾ ആ പുസ്തകത്തിനകത്ത് ഉണ്ട്. ഇങ്ങനെയുള്ള ടേബിളുകളിലും പഠനങ്ങളിലൂടെയുമാണ് ഈ ഞാൻ പറഞ്ഞ ചെറിയ പോയിന്റ് അദ്ദേഹം അതിൽ സമർപ്പിച്ചെന്ന് മനസ്സിലാക്കണേ. ഞാനിങ്ങനെ എനിക്ക് മനസ്സിലായത് ഒരു ചെറിയ പാക്കേജായി പറഞ്ഞു എന്ന് പറഞ്ഞാൽ പുസ്തകം അങ്ങനെയല്ല. ഇനി ഞാൻ അംബേദ്കർ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ബാക്കി കാലങ്ങളിലുള്ള പ്രവർത്തന മണ്ഡലങ്ങളിലെ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. വില്ലേജ് ജീവിതത്തെ ആദർശവൽക്കരിച്ചുകൊണ്ട് റൊമാൻറ്റിസൈസ് ചെയ്തുകൊണ്ട് പലരും പറയുന്നുണ്ട് ഗോ ടു ദ വില്ലേജസ്, ഗ്രാമങ്ങളിലേക്ക് തിരിച്ചു പോകുമെന്ന് പറയും. പക്ഷേ അംബേദ്കർ പറഞ്ഞത് മറിച്ചാണ്, ഗോ ടു ദ സിറ്റീസ്. അംബേദ്കർ ബാബാ സാഹിബ് അങ്ങനെ പറയാനുള്ള കാരണം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അവിടെയാണ് ഓപ്പർച്യൂണിറ്റി. നഗരങ്ങളിൽ പോയാൽ നിങ്ങളുടെ ഐഡന്റിറ്റിക്ക് അത്ര പ്രാധാന്യമില്ലാതെ അഥവാ അതിന് പ്രാമുഖ്യം കൊടുക്കാതെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും. അതുകൊണ്ടായിരിക്കാം അംബേദ്കർ അന്ന് അങ്ങനെ പറഞ്ഞത്. അതിനെക്കുറിച്ച് അദ്ദേഹം ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ വേളയിൽ ഒരു പ്രശസ്തമാണ്. അപ്പോൾ ദ ലവ് ഓഫ് ദ ഇന്റലക്ച്വൽ ഇന്ത്യൻസ് ഫോർ ദ വില്ലേജ് കമ്മ്യൂണിറ്റി ഈസ് ഓഫ് കോഴ്സ് ഇൻഫിനിറ്റ് ഇഫ് നോട്ട് പാത്തറ്റിക്. ഇറ്റ് ഈസ് ലാർജ്ലി ഡ്യൂ ടു ദ ഫുൾസം പ്രൈസ് bestowed upon by Metcalfe, who described them as little republics having nearly everything that they want within themselves. ഇന്ത്യൻ വില്ലേജുകളെ സ്വയം പര്യാപ്തമായ ഇന്ത്യൻ വില്ലേജുകളെന്ന് അന്നത്തെ വൈസ്രോയ് ആയിരുന്ന മെറ്റ്കാഫ് പറഞ്ഞതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ഇന്ത്യയിൽ അന്നത്തെ നേതാക്കന്മാർ ഇന്ത്യൻ വില്ലേജുകളെ ആദർശവൽക്കരിച്ചുകൊണ്ട് സംസാരിച്ചതിനെ കുറിച്ചാണ് അംബേദ്കർ പറഞ്ഞത്. അംബേദ്കർ ഒബ്സർവ്ഡ്, നോയിങ് ദിസ് വാട്ട് പ്രൈഡ് ക്യാൻ, ഇന്ത്യൻ വില്ലേജുകളെ അടുത്തു നിന്ന് കണ്ടു കഴിഞ്ഞാൽ, നോയിങ് ദിസ് വാട്ട് പ്രൈഡ് ക്യാൻ വൺ ഫീൽ ഇൻ ദം, that they have survived through the vicissitudes may be a fact, but mere survival has no value. The question is on what plane they have survived. Surely on a low, on a selfish level. I hold that these village republics have been the ruination of India. What is a village but a sink of localism, a den of ignorance, narrow-mindedness and communalism. ഇന്ത്യൻ വില്ലേജുകളെ ആദർശവൽക്കരിച്ചുകൊണ്ട് രാമരാജ്യം വില്ലേജിലേക്ക് തിരിച്ചു വരിക, കൊണ്ടുപോവുക മുതലായ വീക്ഷണങ്ങളാണ് അന്ന് നിലനിന്നിരുന്നത്. അതിനെക്കുറിച്ച് അംബേദ്കർ പറഞ്ഞ വരികളാണത്. വാട്ട് ആർ ദ ഇന്ത്യൻ വില്ലേജസ്? ദേ മൈറ്റ് ഹവ് സർവൈവ്ഡ് ദ വിസിസിറ്റ്യൂഡ്സ് ഓഫ് ചരിത്രത്തിൻ്റെ തേരോട്ടങ്ങളെ അവ അതിജീവിച്ചിട്ടുണ്ടായിരിക്കാം. ഏത് ലെവലിലാണ് അവർ അതിജീവിച്ചത്? The question is on what plane they have surveyed. They surveyed on a selfish low level. They are nothing but, village is nothing but sinks of localism, a den of ignorance. ഇത് നമുക്കറിയാമല്ലോ. ഇന്ത്യൻ ഒരു കേരള റിമോട്ട് വില്ലേജിൽ ജീവിച്ച വ്യക്തികളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു ലോക്കലിസം, ഒരു 50 വർഷം മുമ്പിലത്തെ ഒരു വില്ലേജ് ആലോചിച്ച് നോക്കുക. ഇറ്റ് ഇസ് എ ഡെൻ ഓഫ് ഇഗ്നറൻസ്. അജ്ഞതകളുടെ ഡെന്ന് മാത്രമായിരുന്നു ലോക്കലിസം. അടുത്ത വില്ലേജുകാരനോട്, അടുത്ത ഗ്രാമവാസികളോട് സ്നേഹത്തിൽ കൂടെ പെരുമാറുന്നതോറും ഇവർക്കൊന്നും അറിയുമായിരുന്നില്ല. നാരോ മൈൻഡഡ്നെസ്, കമ്മ്യൂണലിസം. ഇന്ത്യൻ വില്ലേജുകളെ കുറിച്ച് അംബേദ്കർ പറഞ്ഞതാണ്.
ഇത് ഞാൻ കോട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നത് ചാൾസ് മെറ്റ്കാഫ്, വൈസ്രോയി ആയിരുന്ന ചാൾസ് മെറ്റ്കാഫ് ഇന്ത്യൻ വില്ലേജുകളെ കുറിച്ച് പുകഴ്ത്തി എഴുതിയതിന് ശേഷം, അദ്ദേഹത്തിന്റെ അപ്രീസിയേഷൻ എഴുതിയതിന് ശേഷം, അതിനുശേഷമല്ല അതോടുകൂടി തന്നെ ഇന്ത്യയിലെ പലർക്കും, അന്നത്തെ നേതാക്കന്മാർക്കും, ഇന്നത്തെ നേതാക്കന്മാർക്കും ഇന്ത്യൻ വില്ലേജുകളെ കുറിച്ച് വലിയ മതിപ്പാണ്. ചാൾസ് മെറ്റ്കാമ്പ് ഇന്ത്യൻ വില്ലേജുകളെ കുറിച്ച് എഴുതിയ മതിപ്പിന്റെ ഒരു പാരഗ്രാഫാണ് ഇത്. ഞാനിത് മുഴുവൻ വായിക്കുന്നില്ല, ലെങ്തി ആയതുകൊണ്ട് മുഴുവൻ വായിക്കുന്നില്ല. ഈ പാരഗ്രാഫ് അംബേദ്കറുടെ വരികളല്ല, ഇത് ചാൾസ് മെറ്റ്കാഫിന്റെ വരികളാണ്. The village communities are little republics. ആ വാക്കുകൾ വളരെ പ്രധാനമാണ്. ഓരോ ഇന്ത്യൻ വില്ലേജുകളും ഓരോ സ്വയം പര്യാപ്ത റിപ്പബ്ലിക്സ് ആയിരുന്നു. അതാത് വില്ലേജുകളിൽ അവർക്ക് വേണ്ടത് ഉത്പാദിപ്പിച്ച് അവിടെ ജീവിക്കുന്ന വില്ലേജുകളായിരുന്നു. They seem to last where nothing else lasts. ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും പല പതനങ്ങൾക്കും വിധേയമായെങ്കിലും ഇന്ത്യൻ വില്ലേജുകൾ തുറന്നുകൊണ്ടേയിരുന്നു. ഞാൻ മുഴുവൻ വായിക്കുന്നില്ല, ഇറ്റ് ഈസ് ക്വൈറ്റ് ലെങ്തി. ചാൾസ് മെറ്റ്കാഫിന്റെ പാരഗ്രാഫ് ആണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് അതിവിടെ ഞാൻ വെച്ചിരിക്കുന്നത്. But when the storm has passed over, എന്താണ് അദ്ദേഹം എഴുതിയതിന്റെ ഒരു ചെറിയ ജിസ്റ്റ് പറയാം. അത് മുഴുവൻ വായിക്കാൻ നല്ല ശരിയാവില്ലല്ലോ. അതായത് ഒരു യുദ്ധമോ ഒരു പടയോട്ടമോ ഉണ്ടായാൽ എന്താണ് ഇന്ത്യൻ വില്ലേജുകൾ അന്ന് സംഭവിച്ചിരിക്കുന്നത്? അവര് മാറിക്കൂടി അവിടെ നിൽക്കും. പടയൊട്ടിയ രാജാവ്, വിജയിച്ച രാജാവ്, പുതിയ രാജാവ് വരും, അവർക്ക് ടാക്സ് കൊടുത്ത് ജീവിതം കൺട്രോൾ ചെയ്യും, ജീവിതം വീണ്ടും കണ്ടിന്യൂ ചെയ്യും. ചില സന്ദർഭങ്ങളിൽ എന്ത് സംഭവിക്കുന്നു? കൊള്ളകളും മർഡറുകളും നടക്കുന്നു ചില പടയോട്ടങ്ങളിൽ. അപ്പം എന്ത് ചെയ്തു? ഈ വില്ലേജുകൾ എല്ലാവരും കൂടി വാരി കെട്ടിപ്പെറുക്കി ദൂരെയുള്ള വില്ലേജുകളിലേക്ക് പോകും. ഈ യുദ്ധത്തിന്റെ കെടുതികൾ അവസാനിക്കുമ്പോൾ അവരൊക്കെ തിരിച്ചു വരികയും ചെയ്യും. ചില സന്ദർഭങ്ങളിൽ എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ, ഇത് വർഷങ്ങളോളം ഈ ഓടിപ്പോയവർക്ക് തിരിച്ചു വരാൻ പറ്റില്ല. കുറേ വർഷങ്ങൾ, 10 50 വർഷങ്ങൾ തിരിച്ചു വന്നാലും ഈ വില്ലേജുകാർ അന്നത്തെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അവർ വീണ്ടും അതേ പഴയ സ്ഥലത്ത് വന്നു. അന്ന് ജീവിച്ചിരുന്ന ആളുടെ മകൻ അതേ പഴയ ലാൻഡ് ഓക്യുപ്പൈ ചെയ്തു, അതേ പഴയ വീട് ഓക്യുപ്പൈ ചെയ്തു, അതേ റൈറ്റുകളൊക്കെ അതോട് ജീവിക്കാൻ തുടങ്ങി. അങ്ങനെയായിരുന്നു അന്നത്തെ വില്ലേജുകൾ എന്ന് മെറ്റ്കാഫിന്റെ ഒരു ഒബ്സർവേഷനാണ്. പക്ഷെ എൻ്റെ ഒബ്സർവേഷൻ എന്താണ് ഇന്ത്യൻ വില്ലേജ്? നോർത്ത് ഇന്ത്യൻ വില്ലേജുകൾ നിങ്ങൾക്കറിയാമല്ലോ, 1000 പേര് 2000 പേരുള്ള വില്ലേജുകളാണ്. ഒരു പോക്കറ്റിൽ കുറെ ദളിതർ, അപ്പുറത്ത് കുറച്ച് ചമാർസ്, ഇപ്പുറത്ത് കുറച്ച് രജപുത്തർ, ഇങ്ങനെ ജീവിക്കുന്ന, പരസ്പരം ഇന്ററാക്ഷൻ ഇല്ലാത്ത, മാനവികത മാനിക്കാത്ത, മനുഷ്യത്വം മാനിക്കാത്ത, പരസ്പരം മാനിക്കാത്ത കുറെ, അംബേദ്കർ പറഞ്ഞതുപോലെയുള്ള ഇഗ്നറൻസിന്റെ ഗന്നുകൾ മാത്രമായിരുന്നു അത്. ഇത് അംബേദ്കർ, ഈ വരി അംബേദ്കർ അഗ്രികൾച്ചർ ലാൻഡ് സ്കാറ്റേർഡ് ആയി പോകുന്നതിനെ കുറിച്ച് അംബേദ്കർ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ സബ്മിറ്റ് ചെയ്ത പേപ്പറിൽ ഒരു പാരഗ്രാഫ് ഉണ്ടായിരുന്നു. ഇന്ത്യൻ അഗ്രികൾച്ചർ ലാൻഡ് ഈസ് ഗെറ്റിംഗ് സ്കാറ്റേർഡ്. അതിനുള്ള പരിഹാരം 1915-16 വിദ്യാർത്ഥിയായിരുന്ന അംബേദ്കർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? ഇൻഡസ്ട്രിയലൈസേഷൻ, വ്യവസായവൽക്കരണം. അല്ലാണ്ട് ചർക്കയിലേക്ക് തിരിച്ചു പോവുകയല്ല. വായിക്കാം. ഇൻ ഷോർട്ട്, സ്ട്രേഞ്ച് ആസ് ഇറ്റ് may seem, industrialization of India is the soundest remedy for the agriculture problems of India. ഇന്ത്യയുടെ അഗ്രികൾച്ചർ പ്രോബ്ലംസിന്റെ സൗണ്ടസ്റ്റ് റെമഡി വ്യവസായവൽക്കരണമാകുന്നു. The cumulative effect of industrialization, namely a lessening pressure of surplus labor and an increasing account of capital and capital goods, will forcibly create the economic necessity for enlarging the holding. Not only this, but industrialization, by destroying the premium on land, will give rise to few occasions for its subdivision and fragmentation.
Industrialization is a natural and powerful remedy. വിദ്യാർത്ഥിയായിരുന്ന അംബേദ്കർ എഴുതിയതാണ്. The cumulative effect of വ്യവസായവൽക്കരണം നടന്നു കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, കാർഷിക മേഖലയുള്ള സർപ്ലസ് ലേബറിനെ ഇൻഡസ്ട്രികൾ അബ്സോർബ് ചെയ്യും. അപ്പം എന്ത് സംഭവിക്കുന്നത് ചോദിച്ചാൽ, അഗ്രികൾച്ചർ ലാൻഡിന്റെ പിരിക്കലുകൾ കുറഞ്ഞു പോകും. അഗ്രികൾച്ചർ ലാൻഡുകൾ ഒരുപാടായി സ്കാറ്റേഡ് പിരിക്കപ്പെട്ടു എന്നത് അന്നും 1900കളിലും ഇന്ത്യയിലെ പ്രശ്നമായിരുന്നു. അതിന് അന്നത്തെ പലരും പറഞ്ഞതുപോലെ രാമരാജ്യമൊന്നുമല്ല അംബേദ്കർ പറഞ്ഞ റെമഡി. അംബേദ്കർ പറഞ്ഞത് മോർ ആൻഡ് മോർ ഇൻഡസ്ട്രിയലൈസേഷൻ. ഇത് അംബേദ്കർ അതേ കാര്യത്തെക്കുറിച്ച് അദ്ദേഹം ഒരു പാർട്ടി, ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി എന്ന പാർട്ടി രൂപീകരിച്ച കാലത്ത് പറഞ്ഞതാണ്. ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടിയുടെ അവരുടെ എക്കണോമിക് പ്രിൻസിപ്പിൾ എന്ന നിലയ്ക്ക് ആ പാർട്ടിയുടെ സ്റ്റാൻഡ്, ഈ കാര്യത്തിലുള്ള സ്റ്റാൻഡ് എന്താണെന്നുള്ള രീതിയിൽ ഇൻഡിപെൻഡന്റ് പാർട്ടിയുടെ സമയത്ത് അദ്ദേഹം പറഞ്ഞ പാരഗ്രാഫാണിത്. The party believes that the fragmentation of holdings and the consequent poverty of agriculturists are due to the pressure of population on the land. ഭൂമിയിലുള്ള ജനസംഖ്യാ വർധനവുമായി ബന്ധപ്പെട്ട പ്രഷറാണ് ഈ റൂറൽ പോവർട്ടിക്ക് ഒരു പ്രധാന കാരണം. And unless the pressure is relieved by draining of excess population subsisting on land, fragmentation will continue. ഈ ഭൂമിയിലുള്ള പോപ്പുലേഷൻ പ്രഷർ ഉണ്ടാകുന്നിടത്തോളം കാലം ഈ ഫ്രാഗ്മെന്റേഷൻ തുടരും. ആൻഡ് ദ കണ്ടീഷൻ ഓഫ് ദ അഗ്രികൾച്ചർ വിൽ റിമെയിൻ ആസ് പോവർട്ടി സ്ട്രിക്റ്റൻ ആസ് ഇറ്റ് ഈസ് ടുഡേ. അതുകൊണ്ട് തന്നെ കർഷകർ എന്നും പോവർട്ടിയിലായിരിക്കും. ഇൻ ദ ഒപ്പീനിയൻ ഓഫ് ദ പാർട്ടി, അതായത് അംബേദ്കറുടെ പാർട്ടി, the principal means of helping the agriculturalists and making agricultural more productive consists in the industrialization of the province. പ്രോവിൻസുകളെ വ്യവസായവൽക്കരിക്കലാണ് അതിനുള്ള പ്രതിവിധി എന്ന് പാർട്ടി പറയുന്നു. The party will therefore endeavor to rehabilitate old industries and promote such new industries as the natural resources of the province will permit. ഒരു പ്രോവിൻസിന്റെ നാച്ചുറൽ റിസോഴ്സ് പെർമിറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഞങ്ങളുടെ പാർട്ടി ഇൻഡസ്ട്രിയലൈസേഷനെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ പോലെ പാർട്ടിയുടെ നയപരിപാടികളുടെ വ്യാഖ്യാനത്തിന്റെ ഭാഗമായി എഴുതിയതാണ്. ദ പാർട്ടി അക്സെപ്റ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് മാനേജ്മെന്റ് ആൻഡ് സ്റ്റേറ്റ് ഓണർഷിപ്പ് ഓഫ് ഇൻഡസ്ട്രി വെനെവർ ഇറ്റ് മേ ബിക്കം നെസസറി ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ദ പീപ്പിൾ. ദേശസാൽക്കരണത്തിന്റെ ബേസ് അദ്ദേഹം അവിടെ വെച്ച് കഴിഞ്ഞു. എപ്പോഴൊക്കെ ആവശ്യം വരുന്നോ അപ്പോഴൊക്കെ സ്റ്റേറ്റുകൾക്ക് ഈ ഇൻഡസ്ട്രികളുടെ ഓണർഷിപ്പ് ഏറ്റെടുക്കാമെന്ന് അംബേദ്കർ പറഞ്ഞു. ഒരു നീണ്ട പാരഗ്രാഫ് ആയതുകൊണ്ട് സമയം അതിക്രമിച്ചുകൊണ്ട് ഞാൻ വിടുകയാണ്. അത് ഗാന്ധിയെക്കുറിച്ചുള്ളൊരു ക്രിറ്റിസിസമാണ്. കുറച്ചു നേരം വെക്കാം, നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങൾ പിന്നീട് ഗാന്ധിയെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ട് ഫ്രീഡം വേഴ്സസ് ഫ്രീഡം എന്നാണ് 1939 അദ്ദേഹം എഴുതിയ പാരഗ്രാഫാണ്. സമയം അതിക്രമിച്ചുകൊണ്ട് ഞാനത് നല്ല പാസ് ചെയ്യുന്നു. ആദ്യകാലങ്ങളിൽ ബാബാ സാഹിബ് സോഷ്യലിസത്തിന് അനുകൂലമായ നിലപാടിന് എടുത്തിരുന്നതെങ്കിലും 1948 കാലങ്ങളോടെ അദ്ദേഹം മിക്സഡ് എക്കണോമിയെ കുറിച്ച് സംസാരിച്ചു. ഹെവി ഇൻഡസ്ട്രികളെ നാഷണലൈസ് ചെയ്യുന്നതിന് വേണ്ടി വാദിച്ചു. അന്ന് കാലത്തെ ജനറൽ മാനസികാവസ്ഥയും അങ്ങനെയായിരുന്നു, നാഷണലൈസേഷനെ കുറിച്ചായിരുന്നു. അന്ന് കാലത്ത് നെഹ്റു അടക്കം എല്ലാവരും മിക്സഡ് എക്കണോമിയെ കുറിച്ച് ആണ് സംസാരിച്ചിരുന്നത്. ആദ്യകാലങ്ങളിൽ അംബേദ്കർ സോഷ്യലിസത്തിനും അനുകൂലമായിരുന്നു. അന്ന് കാലത്ത് സോവിയറ്റ് പ്ലാൻഡ് എക്കണോമിയും മിക്സഡ് എക്കണോമിയുമായിരുന്നു സംസാരിച്ചിരിക്കുന്നത്. അന്നത്തെ രാഷ്ട്രീയ നേതാക്കളും സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു ഐഡിയ. അതിൽ ഒരു എക്സെപ്ഷൻ ഉള്ളത് ജോൺ മത്തായി എന്ന
ജവഹർലാൽ നെഹ്റുവിൻ്റെ ഫൈനാൻസ് മിനിസ്റ്റർ ആയിരുന്നു. ജോൺ മത്തായി പ്രൈവറ്റൈസേഷന് വേണ്ടി വാദിക്കുമായിരുന്നു. അന്ന് ജോൺ മത്തായിക്കാണ് മുൻകൈ, അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾക്കാണ് മുൻകൈ ആയിരുന്നതെങ്കിൽ ഇന്ത്യയുടെ സ്ഥിതി ആലോചിച്ച് നോക്കൂ. ഇന്ത്യ ഷുഡ് ഹാവ് ബീൻ എ ഡെവലപ്ഡ് നേഷൻ ബൈ നൗ. ഇത് എൻ്റെ വ്യൂ പോയിന്റാണ്, അംബേദ്കറുടെ വ്യൂ പോയിന്റില്ല, സന്ദർഭവശാൽ ഞാൻ പറയുന്നതാണ്. ജോൺ മത്തായി എന്ന 1949 ഇന്ത്യയുടെ ഫൈനാൻസ് മിനിസ്റ്ററിൻ്റെ വ്യൂ പോയിന്റുകളെ ഇന്ത്യ അന്ന് അംഗീകരിച്ചിരുന്നുവെങ്കിൽ ഇന്ത്യ ഇന്ന് ഒരു നാഷണലൈസ് ഡെവലപ്ഡ് നേഷൻ ആകുമായിരുന്നു. കോളേജിൽ പോയി ഡിഗ്രിയൊക്കെ എടുത്ത് ഷോർട്ട് ഹാൻഡും ടൈപ്പിംഗും പഠിച്ച് ഏതെങ്കിലും മാർവാറിൻ്റെ ഷെയർ കേസിൻ്റെ താഴത്ത് ടൈപ്പിംഗ് പഠിച്ച് ജീവിക്കേണ്ട എൻ്റെ തലമുറ ഒരു നല്ല ജീവിതം ഒരുപക്ഷെ ജോൺ മത്തായിക്ക് അപ്പർ ഹാൻഡ് ഉണ്ടെങ്കിൽ കിട്ടുമായിരുന്നു. അതായത് 1991 മൻമോഹൻ സിംഗ് എന്ത് നടപ്പാക്കിയോ അത് 1949 ജോൺ മത്തായി നടപ്പാക്കിയിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. ചൈനയ്ക്ക് നമ്മൾ 2 കാര്യങ്ങളാണ് ഒരു താലത്തിൽ വെച്ച് കൊടുത്തത്. ഒന്ന്, സെക്യൂരിറ്റി കൗൺസിലിൻ്റെ സീറ്റ് നേരെ താളത്ത് വെച്ച് ചൈനയ്ക്ക് കൊടുത്തു. 2, വേൾഡ് മാർക്കറ്റ് മുഴുവൻ നമ്മൾ ചൈനയ്ക്ക് കൊടുത്തു. ചൈന 1990 80കളുടെ അവസാനത്തോടു കൂടി അവരുടെ മാർക്കറ്റ് തുറക്കുകയും റാപ്പിഡായ ലിബറലൈസേഷനോടുകൂടി ലോകത്തിൻ്റെ ഉൽപാദന ഫാക്ടറിയായി ചൈന മാറുകയും ചെയ്തു. ഇപ്പോൾ നമ്മൾ അത് കിട്ടാൻ വേണ്ടി അവരുടെ അടുത്ത് മത്സരിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു താളത്തിലെടുത്ത് അവർക്ക് കൊടുക്കുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ ചൈനക്കാരൻ ഇപ്പോൾ നമ്മളുടെ അടുത്ത് മത്സരിക്കേണ്ടി വന്നു തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അതിൽ മുന്നോട്ട് പോയിരിക്കുമായിരുന്നു. സന്ദർഭവശാൽ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞെന്ന് മാത്രം. ഇത് ആദ്യകാലങ്ങളിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങളോട് അംബേദ്കർ ആഭിമുഖ്യം ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റുകാരോട് തികഞ്ഞ അവജ്ഞയായിരുന്നു. അക്കോർഡിംഗ് ടു ഹിം, മാർക്സ് ഫിലോസഫി വാസ് ദ സാറ്റിസ്ഫൈയിങ് ഫിലോസഫി ഓഫ് ദ ലോവർ ഓർഡർ. ഇറ്റ് വാസ് എ ഡയറക്ഷൻ, നോട്ട് എ ഡോഗ്മ. മാർക്സിന്റെ പുസ്തകങ്ങളൊക്കെ ഒരു ഡയറക്ഷൻ മാത്രമാണ്, ഡോഗ്മയല്ല. മാർക്സ് ഫിലോസഫി വാസ് ദ സാറ്റിസ്ഫൈയിങ് ഫിലോസഫി ഓഫ് ദ ലോവർ ഓർഡർ. അല്പബുദ്ധികളുടെ, താഴ്ന്ന ബുദ്ധികളുടെ ഒരു ഫിലോസഫി മാത്രമാണ് മാർക്സ്. എന്താണ് വാക്കുകൾ ആലോചിച്ച് നോക്കുക. ഇപ്പൊ ഞാൻ വേറൊന്നും കൂടെ ഓർക്കുന്നു. അംബേദ്കർ വേറെ ഏതോ ഒരു സന്ദർഭത്തിൽ പറയേണ്ടായിരുന്നു, അന്ന് കാലത്തെ കമ്മ്യൂണിസ്റ്റുകാർ എല്ലാവരും കൂടി കമ്മ്യൂണിസ്റ്റെ കുറിച്ച് എത്ര പുസ്തകം വായിച്ചിട്ടുണ്ടോ അതിനേക്കാൾ പുസ്തകം ഞാൻ മാത്രം വായിച്ചിട്ടുണ്ടെന്ന് ഒരിക്കൽ അംബേദ്കർ പറയേണ്ടായി. ഞാൻ പറഞ്ഞൊന്നും കൂടി വിശദീകരിക്കാം. അന്ന് കാലത്തുണ്ടായിരുന്ന ഇന്ത്യയിലുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റുകാർ എല്ലാവരും കൂടി കമ്മ്യൂണിസ്റ്റെ കുറിച്ച് എത്ര പുസ്തകം വായിച്ചിട്ടുണ്ടായിരുന്നോ അതിനേക്കാൾ പുസ്തകം കമ്മ്യൂണിസ്റ്റെ കുറിച്ച് ഞാൻ വായിച്ചിരിക്കുന്നു എന്ന് അംബേദ്കർ ഒരിക്കൽ പറയാനിടയുണ്ടായി. സന്ദർഭവശാൽ ഓർമ്മ പറഞ്ഞെന്ന് മാത്രം. Ambedkar hated the orthodox Marxists, who quoted Marx and Engels on every occasion. He liked new ideas, new approaches. He said that one could not lay down an ideal by the stroke of a pen. Society always should be in an experimental stage. ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ നിന്ന് പുസ്തകം എഴുതിയത് ഇതാണ് പിന്നെ ലോകത്തിൻ്റെ മുന്നോട്ടുള്ള പാതയിലുള്ള ഒരു പുസ്തകം എന്ന് പറയുന്ന പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോവില്ല. Society should be always in an experimental stage. ഇത് വായിച്ചു നോക്കാം. Once Ambedkar described Russian communists as a fraud. ഇത് നിങ്ങൾ ഗവേഷണം ചെയ്ത് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാണ്. ഇത് എപ്പോഴാണ് പറയുന്നത്? 1950 മുൻപ്. റഷ്യൻ കമ്മ്യൂണിസ്റ്റ് ആസ് എ ഫ്രോഡ്. സ്റ്റാലിൻ മരിക്കുന്നത് 1953 റഷ്യയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് ലോകം അറിയുന്നത് ആ കാലത്തെ സ്റ്റാലിൻ്റെ മരണശേഷം നടന്ന എക്സ്പോഷറിലൂടെയാണ്. 1970 വരെ 80 വരെ നമ്മളെയൊക്കെ പഠിപ്പിച്ചിരുന്നത് ഫാദർലാൻഡ് കമ്മ്യൂണിസം, അവിടെ പാരഡൈസ് ആണ് എന്നൊക്കെയാണ് നമ്മളെ പഠിപ്പിച്ചിരുന്നത്. ഒരു കുട്ടി ജനിക്കുമ്പോഴേക്ക് തന്നെ അവർക്ക് വേണ്ട വൈദ്യുതി അവർ കണ്ടുപിടിക്കുന്നതാണ് എന്നൊക്കെയാണ് നമ്മളെ പഠിപ്പിച്ചത്. പക്ഷെ അന്ന് തന്നെ അംബേദ്കർ പറഞ്ഞു റഷ്യൻ കമ്മ്യൂണിസ്റ്റ് ആസ് എ ഫ്രോഡ്. ഇതെങ്ങനെ പറയാൻ കഴിയും ഒരു വ്യക്തിക്ക്? ആലോചിച്ച് നോക്കുക.
ഇതിൻ്റെ പേരാണ് ക്ലാരിറ്റി ഓഫ് ഒബ്സർവേഷൻ, അൺബയാസ്ഡ് ഒബ്സർവേഷൻ, പൊതുജനങ്ങളോടുള്ള സ്നേഹം, ലവ് ഫോർ ഇൻഡിവിജ്വൽ ഫ്രീഡം, പൗരസ്വാതന്ത്ര്യം. ഇതൊക്കെ അടിയിലുറച്ച ഒരു അംബേദ്കർ ഇങ്ങനെ പറയൂ, റഷ്യൻ കമ്മ്യൂണിസം ആസ് എ ഫ്രോഡ്. ഇത് വളരെ അംബേദ്കറിന്റെ സാധാരണക്കാരനോടുള്ള പൗരസ്വാതന്ത്ര്യത്തോടുള്ള കമ്മിറ്റ്മെന്റിന്റെ ഒരു ഒബ്സർവേഷൻ കൂടിയായിട്ട് ഞാൻ ഇതിൽ കാണുന്നു. ഇനി അദ്ദേഹം എക്കണോമിക്സിന്റെ ഫീൽഡിൽ ചെയ്ത ചില കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. 1951 അദ്ദേഹമാണ് നാഷണൽ ഫൈനാൻസ് കമ്മീഷൻ കൊണ്ടുവന്നത്. നാഷണൽ ഫൈനാൻസ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ടാക്സ് റവന്യൂ സ്റ്റേറ്റുകൾ തമ്മിൽ പങ്കുവെക്കുന്നതിൻ്റെ ഫൈനാൻസ് കമ്മീഷൻ. ഇപ്പോൾ നടക്കുന്ന ഏതായാലും 15th ഫൈനാൻസ് കമ്മീഷനാണ്. GST ആയി ബന്ധപ്പെട്ട ഫൈനാൻസ് കമ്മീഷൻ ഓർക്കുമല്ലോ. ഇതിൻ്റെ ആദ്യത്തെ ചുവടുവയ്പ് തുടങ്ങിയത് അംബേദ്കറാണ്. നാഷണൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഹി വാസ് ഇൻസ്ട്രുമെന്റൽ. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഇല്ലേ, അദ്ദേഹം അംബേദ്കറിന്റെ ഇനീഷ്യേറ്റീവ് നടന്നതാണ്. 1952 പക്ഷേ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് തുടങ്ങുമ്പോഴേക്കും 1960 പക്ഷേ അംബേദ്കറിന്റെ ഇനീഷ്യേറ്റീവിലാണ് നമ്മൾ ഇന്ന് കാണുന്ന എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് തുടങ്ങിയത്. വുമൺ എംപവർമെന്റ്, അംബേദ്കറിന്റെ വുമൺ എംപവർമെന്റിന്റെ കോൺട്രിബ്യൂഷൻ വേണ്ടത്ര റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് ഞാൻ പറയും. അത് അറിയണമെങ്കിൽ നിങ്ങൾ പാലക്കാടിലെയോ അല്ലെങ്കിൽ കേരളത്തിലെ പല സിവിൽ കോർട്ടിലും കിടക്കുന്ന ലാൻഡ് ഡിസ്പ്യൂട്ടുകളുടെ കേസുകൾ മാത്രം നോക്കിയാൽ മതി. 40 വയസ്സും 50 വയസ്സുമായ സ്ത്രീകൾ പണ്ടെങ്ങനെയാണ് കുറെ സ്വർണം കൊടുത്ത് കെട്ടിച്ചെന്ന് വായിച്ചു. പിന്നെ വീട്ടിൽ ആ സ്ത്രീക്ക് യാതൊരു ബന്ധവുമില്ല. പക്ഷെ ആ സ്ത്രീകളൊക്കെ 40 വയസ്സ് 50 വയസ്സ് ആയി കാര്യങ്ങൾ മനസ്സിലാക്കി വന്നപ്പോൾ എന്തായി, ആ അച്ഛൻ്റെ ഭൂമിയുടെ ഒരു പോർഷൻ എനിക്കുണ്ട് താടാ എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൻ്റെ കോടതികൾ കെട്ടിക്കിടക്കുന്ന ലാൻഡ് കേസുകൾ എണ്ണം നോക്കിയാൽ മതി. ആ എംപവർമെന്റിന്റെ ശക്തി മനസ്സിലാകണമെങ്കിൽ സ്ത്രീക്ക് സ്വത്തിന്റെ പാരമ്പര്യ സ്വത്തിന്റെ അവകാശങ്ങൾ ഉണ്ടാക്കി കൊടുത്തത് അംബേദ്കറാണ്. ട്രൈപാർട്ടൈറ്റ് ലേബർ ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് അംബേദ്കറിന്റെ ഇനീഷ്യേറ്റീവ് ആണ്. എന്ന് പറഞ്ഞാൽ ഉൽപാദനവും ഫാക്ടറിക്കാർ മുതലാളിയും തൊഴിലാളിയും ട്രേഡ് യൂണിയനുകളും തമ്മിലുള്ള ഡിസ്പ്യൂട്ടുകളുടെ സെറ്റിൽമെന്റിൽ ഗവൺമെന്റിന്റെ ഏജന്റായ ലേബർ കമ്മീഷണർ വന്ന് പരസ്പരം ട്രൈപാർട്ടൈറ്റ് കാര്യങ്ങൾ സെറ്റിൽ ചെയ്യുന്ന ഒരു സിസ്റ്റം അംബേദ്കറിന്റെ കാലത്ത് തുടങ്ങിയത്. അദ്ദേഹം ലേബർ മിനിസ്റ്റർ ആയിരുന്നല്ലോ. ഒരുപാട് കോൺട്രിബ്യൂഷൻ ആ ഫീൽഡിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് അംബേദ്കറുമായി ബന്ധപ്പെട്ടതെന്ന് അംബേദ്കർ തുടങ്ങി വെച്ചതോ ഇനീഷ്യേറ്റ് ചെയ്തതോ ആയ കുറെ കാര്യങ്ങൾ ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിരിക്കണം. പക്ഷെ ഇതൊന്നും എനിക്ക് സെക്കൻഡ് ക്രോസ് ചെക്കിങ് നടത്താൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഇത് കാണുന്ന യങ്സ്റ്റേഴ്സിനോട് ഒരു അപേക്ഷയുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ സ്ലൈഡിൽ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ എവിടെയെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ വെരിഫൈ ചെയ്യണം. ഇത് ഒരു ജെന്യുവൻ സോഴ്സിൽ നിന്ന് ഇത് അംബേദ്കറിന്റെ ഇനീഷ്യേറ്റീവ് ആണ് എന്ന് എനിക്ക് 100% ഉറപ്പോടെ പറയാൻ പറ്റില്ല. ഇതിൽ പലതും അംബേദ്കറുടെ ഇനീഷ്യേറ്റീവുകളാണ്. നിങ്ങൾ ഓരോരുത്തരും ക്രോസ് ചെക്ക് ചെയ്യണം. ഇതെൻ്റെ ഒരു അപേക്ഷയാണ്. വുമൺ ആൻഡ് ചൈൽഡ് ലേബർ പ്രൊട്ടക്ഷൻ ആക്ട്, മെറ്റേണിറ്റി ബെനിഫിറ്റ് ഫോർ വുമൺ, എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ്, ഇതൊക്കെ അദ്ദേഹം ലേബർ മിനിസ്റ്റർ ആയ കാലത്തും അതിനു മുമ്പുമായി ഇനിഷ്യേറ്റ് ചെയ്തതോ നടപ്പാക്കിയതോ തുടങ്ങി വെച്ചതോ ആയ ചില കാര്യങ്ങളാണ്. ദ ഇന്ത്യൻ ട്രേഡ് യൂണിയൻസ് അമെൻഡ്മെന്റ് ബിൽ ഓൺ 8th November 1943, അതിലും അംബേദ്കറിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നു. ക്രിയേറ്റർ ഓഫ് ദാമോദർ വാലി പ്രൊജക്ട്, ഹീരാക്കുണ്ട് പ്രൊജക്ട്, ടെന്നസി വാലിയിലുള്ള പ്രൊജക്റ്റിനെ പോലെ ഇവിടെയും ഒന്ന് വേണമെന്ന് പറഞ്ഞ് അദ്ദേഹം ടെന്നസി വാലിയിൽ എഞ്ചിനീയേഴ്സ് തന്നെ വേണമെന്ന് പറഞ്ഞതായി അറിയുന്നു. പക്ഷെ ഇതൊക്കെ ഇപ്പോൾ നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ പേരിലാണ് അവകാശങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ സ്ലൈഡിൽ കാണിക്കുന്ന കാര്യങ്ങൾക്ക് പല അവകാശികളുണ്ട്. ദയവ് ചെയ്ത് എനിക്ക് ഇതിൻ്റെ ജെന്യുവിൻനെസ്
ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, നിങ്ങൾ നിങ്ങളുടേതായ ക്രോസ് ചെക്ക് നടത്തണമെന്ന് അപേക്ഷ. ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം, പ്രൊവിഡന്റ് ഫണ്ട് ആക്ട്, ഫാക്ടറി അമെൻഡ്മെന്റ് ആക്ട്, ലേബർ ഡിസ്പ്യൂട്ട് ആക്ട്, മിനിമം വേജസ് ആക്ട്. ഫോർ എക്സാമ്പിൾ, ഇതിൽ ചിലതൊക്കെ മെറ്റേണിറ്റി ലീവ് മുതലായ കാര്യങ്ങളൊക്കെ 1913 തന്നെ ടാറ്റാസ് ജാംഷഡ്പൂരിൽ നടപ്പാക്കിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാം അംബേദ്കറിനേക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതിനകത്ത് ഒരു പ്രധാന പോയിന്റ് ഞാൻ വിട്ടുപോയി. RBI, ചില ദളിത് ബോയ്സ്, ദളിത് സംഘടനകൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തുടങ്ങുന്നതിൽ അംബേദ്കർ പ്രധാന പങ്ക് വഹിച്ചു എന്നും പറഞ്ഞുകൊണ്ട് വാട്സപ്പിൽ ഒരു സർക്കുലേഷൻ വരുന്നുണ്ട്. അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 1934 ഇന്ത്യയിലെ റിസർവ് ബാങ്ക് ഫോം ചെയ്തതിൻ്റെ പ്രധാന പങ്ക് വഹിച്ചത് അംബേദ്കർ ആണ്, ബാബാ സാഹിബ് ആണെന്നും പറഞ്ഞുകൊണ്ട് ഒരു അഭിമാനത്തിൻ്റെ ഒരു മെസ്സേജ് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ട് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ ഏകദേശം ബാക്ക്ഗ്രൗണ്ട് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതായത് ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ എക്കണോമിക്സിൻ്റെ പേപ്പർ ദ പ്രോബ്ലം ഓഫ് റുപ്പി ആൻഡ് ഇറ്റ്സ് ഒറിജിൻ, അതിനു മുമ്പ് ദ എവല്യൂഷൻ ഓഫ് പ്രൊവിഷണൽ ഫൈനാൻസ് ബ്രിട്ടീഷ് ഇന്ത്യ, ഈ 2 പുസ്തകങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പേര് ഇന്ത്യയിൽ ചർച്ച ചെയ്യപ്പെട്ടു തുടങ്ങി. അദ്ദേഹം ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിലും തിരിച്ചു വരുമ്പോൾ തന്നെ അദ്ദേഹം ചർച്ചപ്പെട്ടു തുടങ്ങി. അതുകൊണ്ട് അദ്ദേഹത്തെ റോയൽ കമ്മീഷൻ, ഹിൽട്ടൺ കമ്മീഷൻ എന്ന് പറഞ്ഞൊരു കമ്മീഷൻ 1925 ഇന്ത്യയിൽ വരികയുണ്ടായി. ഇന്ത്യയുടെ ഈ ഫിസിക്കൽ കാര്യങ്ങളും പ്രോബ്ലം ഓഫ് റുപ്പിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പഠിക്കാൻ വേണ്ടി ഒരു കമ്മീഷൻ, ഹിൽട്ടൺ കമ്മീഷൻ ഇന്ത്യയിൽ വരികയുണ്ടായി. ആ കമ്മീഷൻ അംബേദ്കറിൽ നിന്ന് തെളിവെടുത്തു. അന്നത്തെ സ്റ്റുഡൻറ്റിൽ നിന്ന് വന്ന അംബേദ്കർ മാത്രമാണെന്ന് ഓർക്കണം. അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്താണ് സംഭവിച്ചത് വെച്ചാൽ, അംബേദ്കർക്ക് ഈ കമ്മീഷൻ ഒരു ക്വസ്റ്റ്യനെയർ അയച്ചു കൊടുത്തു. ആ ക്വസ്റ്റ്യനെയർ അംബേദ്കർ റിപ്ലൈ ചെയ്ത് കമ്മീഷന് കൊടുക്കുകയുണ്ടായി. ഇതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, 1925 26 ഹിൽട്ടൺ കമ്മീഷൻസ് സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ട് പ്രകാരമാണ് 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത്. അപ്പോൾ ചില അംബേദ്കറേറ്റ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നതിൽ ബാബാ സാഹിബിന് വലിയ പങ്കുണ്ട് എന്ന് പറഞ്ഞ് മെസ്സേജുകൾ വാട്സപ്പിലൊക്കെ കാണാനിടയായി. അത് ശരിക്കും കംപ്ലീറ്റ് ആയിട്ട് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു രാജ്യത്തിൻ്റെ സെൻട്രൽ ബാങ്ക് എന്ന കൺസെപ്റ്റ് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് തന്നെ എസ്റ്റാബ്ലിഷ്ഡ് ആയിരുന്നു. ഉദാഹരണമായിട്ട് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് 1850 കഴിഞ്ഞതോടുകൂടി തന്നെ ഒരു സെൻട്രൽ ബാങ്കിൻ്റെ റോള് ചെയ്തു തുടങ്ങി. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് 1600 തുടങ്ങിയതാണെങ്കിലും 1850 കഴിഞ്ഞതോടുകൂടി 1900 ആകുമ്പോഴേക്ക് തന്നെ ഒരു രാജ്യത്തിൻ്റെ സെൻട്രൽ ബാങ്കായി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് മാറിക്കഴിഞ്ഞു. 1913 ഫെഡറൽ റിസർവ്, അമേരിക്കക്കാരുടെ ഫെഡറൽ റിസർവ് നിലവിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കണ്ടിന്യൂസ് ആണ് എന്ന് ഞാൻ വെറുതെ ഒന്ന് ഓർമ്മിപ്പിക്കണം. ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ പോവാണ്. അദ്ദേഹം, ബാബാ സാഹിബ്, ഒരു മഹാസാഗരമാണ്. ചരിത്രം ശരിവെച്ച അദ്ദേഹത്തിൻ്റെ മുൻകാല പ്രവർത്തനങ്ങൾക്കും എഴുത്തുകൾക്കും മുൻപിൽ തങ്ങളുടെ മുൻകാല ചെയ്തികളുടെ തെറ്റുകൾ, പോരായ്മകൾ അംഗീകരിച്ച് മാപ്പപേക്ഷിച്ച് കൈകൂപ്പി നിൽക്കുകയാണ് കമ്മ്യൂണിസ്റ്റുകാരും BJP-ക്കാരും. കാലങ്ങൾ കഴിയുന്തോറും ബാബാ സാഹിബിൻ്റെ ഓരോ വാക്കുകളും പ്രവൃത്തികളും ശരിയെന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. മറിച്ച് മറ്റു പാർട്ടികളോ അത് ഞങ്ങളുടെ ചരിത്രപരമായ തെറ്റായിരുന്നു, അത് ഇറ്റ് വാസ് എ ഹിസ്റ്റോറിക്കൽ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ജാതിക്കോമരങ്ങളുടെ പാട്ടിന് നിന്ന് ബാബാ സാഹിബിനെ അർഹിക്കുന്ന ഊന്നൽ കൊടുത്ത് കൊണ്ടു നടക്കാത്തതിൻ്റെ നഷ്ടം BJP-ക്ക് മനസ്സിലായി തുടങ്ങി. വലിയൊരു ഭാഗം ജനവിഭാഗം അവരുടെ കൂടെ ഇല്ല. കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിലോ ഇപ്പോഴും വ്യാഖ്യാന ഫാക്ടറി നയം ഉപയോഗിച്ചാണ് ബാബാ സാഹിബിൻ്റെ ഫോട്ടോ, ബാബാ സാഹിബിനെ അപ്രോപ്രിയേറ്റാൻ നോക്കുന്നത്. അല്ലാതെ അവരുടെ കോർ ആശയങ്ങളിലെ യോജിപ്പവും പൊരുത്തവും അംബേദ്കറുമായി പൊരുത്തപ്പെടുത്തിയിട്ടല്ല. അംബേദ്കറുടെ ആശയങ്ങളെ പൊരുത്തപ്പെടുത്തി സ്വരൂപിച്ചെടുത്തിട്ടല്ല, മറിച്ച്
വ്യാഖ്യാന ഫാക്ടറിനായി ഉപയോഗിച്ചാണ് കമ്പ്യൂട്ടർ. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതാണ് ഇൻഡിവിജ്വലിസം, പൗരസ്വാതന്ത്ര്യം എന്ന് പറയുന്ന അംബേദ്കറേയും ചെഗുവേരയും തമ്മിൽ ഒരേ വേദിയിൽ കൊണ്ടു നടന്ന ഇതെങ്ങനെ പൊരുത്തപ്പെടുക? ബുദ്ധിജീവികളെ ഉപയോഗിച്ച് ഡോക്ടർ അംബേദ്കർ ഞങ്ങളുടെ സിദ്ധാന്തങ്ങൾക്കും അനുരൂപനാണ് എന്ന് വരുത്തി തീർക്കുവാൻ ഇന്റലക്ച്വൽ ശ്രമങ്ങൾ നടത്തുന്നു. അദ്ദേഹത്തിന്റെ തങ്ങളുടെ പാളയത്തേക്ക് അപ്രോപ്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അല്ലാതെ അദ്ദേഹത്തിന്റെ ആശയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു നയമല്ല കാണുന്നത്. അംബേദ്കറുടെ ആശയങ്ങളും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളും ചീസും ചോക്കും പോലെ മോരും മുദ്രയും പോലെ പിരിഞ്ഞു തന്നെയാണ് നിൽക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാൻ എൻ്റെ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നു.